ഇവിടെ നമ്മുടെ ഭാഗവത സത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഓൺലൈനായി നാരായണീയ പാരായണം ക്ലാസ് തുടങ്ങിയിട്ട് ഇന്നിപ്പം 1 മാസം കഴിഞ്ഞു. ഇന്നിപ്പോ 7ാമത്തെ ക്ലാസ് ആണ് ഇന്നിപ്പോ നടക്കുന്നത്. ശ്രീ ജയചന്ദ്ര ബാബു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി സർവീസിൽ നിന്നും വിരമിച്ച ആളാണ്. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ആത്മീയ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ പാണ്ഡിത്യം തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് പോലും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ സമയം അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതം തന്നെ ഇതിന്റെ ആത്മീയമായ പിന്നെ നമ്മുടെ അതിന്റെ പ്രൊപ്പഗാൻഡയ്ക്കും അതുപോലെ തന്നെ അതിന്റെ വ്യാപ്തിക്കും വേണ്ടി സമയം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇന്നിപ്പം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്. ഏത് സത്രം അല്ലെങ്കിൽ ഭാഗവത ഇത് നടന്നു കഴിഞ്ഞാലും ശ്രീ ജയചന്ദ്ര ബാബുവിന്റെ ഒരു പ്രഭാഷണം സാധാരണ എല്ലായിടത്തും ഉണ്ടാവും. അത്രമാത്രം ഭക്തജനങ്ങൾക്ക് സുപരിചിതനായ വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ഒട്ടേറെ ആത്മീയ ഗ്രന്ഥങ്ങളും ഭക്തി പുരാണങ്ങളും ഒക്കെ പഠിച്ച് ഹൃദിസ്ഥമാക്കിയ വ്യക്തിയാണ്. ഇപ്പൊ സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതുകൂടെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ നാരായണീയ ക്ലാസ് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ 7ാമത്തെ ക്ലാസ് ആണ്. കൂടുതൽ ആളുകൾ നമ്മുടെ ഭക്തജനങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഭക്തജനങ്ങൾ മാത്രം പോരാ, നമ്മുടെ പുതിയ യുവതലമുറയെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരണം. അതിനിപ്പോ നമുക്കിപ്പം ഈ ഒരു ഓൺലൈൻ മാധ്യമമായതുകൊണ്ട് സൗകര്യമുണ്ട്. വീടുകളിൽ തന്നെ അത് കുട്ടികൾ കൂടെ കേൾക്കത്തക്ക രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്കൂടെ പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഈ ക്ലാസ്സിന്റെ നമ്മുടെ പഴയ ആധ്യാത്മിക കാര്യങ്ങളും ഭക്തിപരമായ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും നല്ല ഒരു സമവിധാനമാണ് നമ്മുടെ സത്രസമിതി ഒരുക്കിയിട്ടുള്ളത്. ശ്രീ ജയചന്ദ്രബാബു അതിനുവേണ്ടി മാത്രം മെനക്കെട്ട് എല്ലാ ആഴ്ചയിലും അദ്ദേഹം ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാം കൂടുതൽ സഹകരിക്കണം. ഇത് കൂടുതൽ ആളുകളിലേക്ക്, വീടുകളിലേക്ക് എത്തുവാൻ നിങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ജയ് ഗുരുവായൂരപ്പൻ. വളരെ നന്ദി സാറേ. നമുക്കതിനെ തുടങ്ങാം സാർ. തുടങ്ങാം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഖായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്തകം ഭാസതെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യസ് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോ നിധൗ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ. ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മളിന്ന് ദശകം 6ലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദശകം 5-ൽ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയാണ്. അവിടെ പറഞ്ഞു വെച്ചത് അണ്ഡം തക്കലു പൂർവസൃഷ്ടസലിലേതിഷ്ട സഹസ്രം സമാ നിർഭിന്ദന്നകൃത ചതുർദശ ജഗദ്രൂപം വിരാടാക്വയം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞല്ലോ. ഒരു സ്വർണ്ണമയമായ ഒരു അണ്ഡം ഇങ്ങനെ സമുദ്രത്തിൽ വർഷങ്ങളായിട്ട് കിടന്നതിന് ശേഷം ഭഗവാൻ അതിനെ നിർഭിന്ദൻ ചതുർദശ ജഗദ്രൂപം 14 ചതുർദശ വെച്ചാൽ 14 ജഗത്തുകളായിട്ട് ആ അണ്ഡത്തെ വിഭജിച്ചു. അതിനെയാണ് വിരാടാക്വയം എന്ന് പറയുന്നത്. അക്വയം എന്ന് വെച്ചാൽ പേര്. വിരാടെന്ന് പേരുള്ള ആ ഒരു 14 ലോകത്തെ ഭഗവാൻ ഈ ഹിരണ്മയ അണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഇനി ഈ ദശകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് അതിൻ്റെ വിശദീകരണമാണ്. എന്താണ് ഈ 14 ലോകങ്ങളും പിന്നെ ആ ഭഗവാന്റെ വിരാട് രൂപ ദർശനവുമാണ്. ഈ 14 ലോകങ്ങൾ മാത്രമല്ല, അല്ലാതെ തന്നെ ഈ കാണുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ആ വിശ്വരൂപനിൽ നമുക്ക് കാണാം.
ഭഗവത്ഗീതയിലൊക്കെ നമ്മളത് വിശദമാക്കുന്നുണ്ടല്ലോ. സർവത പാണിപാദം സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമത് ലോകേ സർവമാവൃത്യ തിഷ്ഠതി എന്ന് ഗീത പറയുന്നതാണ്. എല്ലായിടത്തും ആവൃത്യ തിഷ്ഠതി, നിറഞ്ഞു നിൽക്കുന്ന ആ രൂപം, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു ഭാവത്തിലാണ് ഈ വിരാട് പുരുഷ സങ്കല്പം അവതരിപ്പിച്ചിരിക്കുന്നത്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തമൊക്കെ ഉണ്ട്, അതൊക്കെ ഈ വിരാട് പുരുഷന്റെ വർണ്ണനയാണ്. അതൊക്കെ നമുക്ക് ക്ലാസ് സമയത്ത് പറയാം. ഏതായാലും ആ ദശകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിരാട് സ്വരൂപ വർണ്ണനം. ഈ വിരാട് സ്വരൂപ വർണ്ണനം ഭട്ടതിരി വസന്ത തിലകം എന്നൊരു വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. കൂടുതലും ഈ നാരായണീയത്തെ ഈ വസന്ത തിലകം പ്രയോഗിച്ചിട്ടുണ്ട്. 14 അക്ഷരമുള്ള ഒരു വൃത്തമാണ്. ചൊല്ലാം വസന്ത തിലകം തഭജം ജഗംഗ. തഭജം ജഗംഗ അവസാനം 2 ഗുരു വരും. പിന്നെ 12 4 ഗണങ്ങളും തഗണം ഭഗണം ജഗണം പിന്നെ 2 ഗുരു. അതാണ് തപജം ജഗംഗ എന്ന് പറയുന്നത്. അങ്ങനെ 14 അക്ഷരമുള്ള നല്ലൊരു വൃത്തമാണ് വസന്ത തിലകം. ആ വൃത്തത്തിലാണ് ഈ ദശകം രചിച്ചിരിക്കുന്നത്. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർത്ഥദേശമപി ദേവരസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. അത്ഭുതാത്മൻ അല്ലയോ അത്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ. ഏവം എന്ന് വെച്ചാൽ ഇപ്രകാരം. ചതുർദശ ജഗന്മയതാം. ചതുർദശം, ചതുർ എന്ന് വെച്ചാൽ 4, ദശം എന്ന് വെച്ചാൽ 10. അന്നേരം 10 4 14 ജഗന്മയതാം. ജഗത്ത് എന്ന് വെച്ചാൽ ലോകം. ആ ലോകരൂപത്തിലായിരിക്കുന്ന ആ ഹിരൺമയ അണ്ഡത്തിന്റെ കാര്യം പറയുകയാണേ. ഭഗവാൻ ആ ഹിരൺമയ അണ്ഡത്തെ 14 ലോകങ്ങളായിട്ട് മാറ്റിയെന്ന് കഴിഞ്ഞ ദശകത്തെ നമ്മൾ പറഞ്ഞു നിർത്തി. അതാണ് ഏവം ഇപ്രകാരം. ചതുർദശ ജഗന്മയതാം ഗതസ്യ. ഗതസ്യ എന്ന് വെച്ചാൽ അങ്ങനെ ആയി തീർന്ന. ഗതസ്യ പാതാളമീശ. ഈശ അല്ലയോ ഈശ, അങ്ങനെ ആയിത്തീർന്ന അങ്ങയുടെ തവ എന്ന് വെച്ചാൽ അങ്ങയുടെ പാതാളം പാദതലം വദന്തി. അങ്ങനെ ഈ വിരാട് പുരുഷൻ ഇങ്ങനെ നേരെ നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഈ 14 ലോകങ്ങളും അങ്ങനെ ഊർദ്ധമുഖമായിട്ട് നമുക്ക് നോക്കാം. പാദതലം എന്ന് പറയുന്നത് അതായത് ഉൾപാദം, പാദത്തിന്റെ ഏറ്റവും അവസാനമുള്ള ഭാഗം, അതാണ് എന്താണ് പാതാളം. പാദതലം, പാദത്തിന്റെ ഉൾവശം, അതാണ് പാദതലം. എന്താണ് പാതാളം വദന്തി, പാതാളം എന്ന് പറയുന്നു. അതായത് ഓരോ ഭഗവാന്റെ ഭാഗങ്ങളെ ഓരോ ലോകങ്ങളായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ. ഈശ അല്ലയോ ഈശ തവ അങ്ങയുടെ പാദതലം പാതാളം വദന്തി, പാതാളം എന്ന് പറയുന്നു. അതെന്ന് വെച്ചാൽ അറിവുള്ളവർ, പണ്ടുള്ള ആചാര്യന്മാർ പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ വദന്തി പറയുന്നു എന്ന് പറയുന്നത്. ആഹു എന്നൊക്കെ പറയും, അങ്ങനെ പറയപ്പെടുന്നു. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർത്ഥദേശമപി ദേവരസാതലം തേ. പിന്നെ ഭഗവാന്റെ തേ അങ്ങയുടെ പാദോർത്ഥദേശം, പുറവടി ഉണ്ടല്ലോ, പാദത്തിന് തന്നെ ഉൾവശമുണ്ട്, എൻ്റെ മേളിലുണ്ട്. പുറവടിയാണ് പാദോർത്ഥം. ഊർദ്ധം എന്ന് വെച്ചാൽ മുകളിലെ. പാദത്തിന്റെ ആ ഊർദ്ധ ദേശം, പ്രദേശം, പാദത്തിന്റെ ആ മുകളിലുള്ള പ്രദേശത്തെ അല്ലയോ ദേവ രസാതലം എന്ന് പറയുന്നത്. ഇത് 14 ലോകങ്ങളുടെയും പേരാണ്. പാതാളം, രസാതലം. അതായത് അടിയിൽ അധോലോകമുണ്ട്, ഊർദ്ധലോകമുണ്ട്. ഇവിടെ ആദ്യം അടിയിൽ നിന്ന് തുടങ്ങുകയാണ്. പാദതലം തൊട്ട് ഇങ്ങനെ ജഗനം വരെ വരുമ്പോഴത്തേക്ക് അധോലോകം തീരും. പിന്നെ ആ ജഗനം തൊട്ട് മേലോട്ട് ഊർദ്ധലോകങ്ങളും പറയും. അങ്ങനെ മൊത്തം 14 ലോകങ്ങൾ ഇതിൽ പറയും. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ. ഈശ എന്ന് വെച്ചാൽ അല്ലയോ ഭഗവാനെ തവ പാദതലം വദന്തി. പാദോർത്ഥ, പാദഹ ഊർദ്ധ. ഊർദ്ധ എന്ന് വെച്ചാൽ മുകളിൽ എന്നാണ്. അത് പിരിക്കുന്ന എങ്ങനെയാണ്? പാദഹ ഊർദ്ധ. അത് ചേർത്തെഴുതുമ്പോൾ പാദോർത്ഥദേശം, പുറവടി. അപി ദേവ രസാതലം തേ. അതിന് രസാതലം, അങ്ങയുടെ പാദോർത്ഥദേശത്തിന് രസാതലം എന്ന് പറയുന്നു. ഗുൽഭദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. അന്നേരം മഹാതലം എന്ന് പറയുന്ന വേറൊരു ലോകം, അത് ഗുൽഭദ്വയമാണ്. നെരിയാണി, അതായത് ഈ കാലും മറ്റേ പാദവും തമ്മിൽ ചേരുന്ന ആ നെരിയാണി ഭാഗം ഉണ്ടല്ലോ, അതാണ് മഹാതലം.
അങ്ങനെ ഓരോന്നായിട്ട്, അതായത് എല്ലാം ഭഗവാനാണെന്ന് പറയുക എന്നുള്ളതേ ഉള്ളൂ. അതാണല്ലോ പറയേണ്ടത്, സർവം കല്ലിതം ബ്രഹ്മ. പക്ഷെ തുടക്കക്കാർക്ക് ഒരു സാകാര രൂപത്തിൽ ഇതിനെ വർണ്ണിച്ചു കാണിച്ചിട്ട് ഈ കാണുന്നതെല്ലാം ഭഗവാനാവുമ്പോൾ ഈ വിശ്വം മൊത്തം ഭഗവത് സ്വരൂപമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാമാന്യ ബുദ്ധികൾക്ക്. അതിനുവേണ്ടി അല്ലാതെ ഇങ്ങനൊന്നും ഒരു സൃഷ്ടി പ്രക്രിയ ഒന്നും ഇല്ല. സർവം വിശ്വം എന്ന് പറഞ്ഞ് ഉപനിഷത്ത് വെച്ചിട്ടുണ്ട്. സർവം കല്ലിതം ബ്രഹ്മ, അല്ലെങ്കിൽ ഈശാവാസ്യമിതം സർവം. ഈ കാണുന്നതെല്ലാം ഈശൻ വസിക്കുന്നെന്ന് പറയുന്നതാണ് ഈ വിരാട് രൂപസങ്കല്പം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശതവ പാദതലം വദന്തി. പാദോർത്ഥദേശം, പാദത്തിന്റെ ഊർധദേശം, മുകൾ ഭാഗം, ഊർധദേശം അപി. അപി എന്ന് വെച്ചാൽ വൃത്തത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, എന്നുള്ള അർത്ഥത്തിൽ. അപി ദേവ രസാതലം തേ ഗുൽഭദ്വയം. ഗുൽഭദ്വയമാണ് ഈ നെരിയാണി ദ്വയം. രണ്ട് നെരിയാണി ഉണ്ടല്ലോ, രണ്ട് കാലിനും രണ്ട് ഇത് വെച്ച് വരുമ്പം രണ്ട് ഇത് വരും. അത് കലു അല്ലയോ മഹാതലം. മഹാതലം എന്ന് പറയുന്ന ലോകമാണ് അങ്ങയുടെ ഗുൽഭദ്വയം. അത്ഭുതാത്മൻ. ഇങ്ങനെ നിൽക്കുന്ന ഒരു രൂപത്തെ അത്ഭുത സ്വരൂപൻ എന്നല്ലേ പറയാൻ പറ്റൂ. ഗുരുവായൂരപ്പൻ തന്നെ ഒരു അത്ഭുത സ്വരൂപനായിട്ട് ഈ വിശ്വരൂപനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ അത്ഭുതാത്മൻ എന്ന് പറയുന്നത്. പെട്ടതിനെ എല്ലാം ഗുരുവായൂരപ്പനോടാണ് സമർപ്പിക്കുന്നത്. ഏത് വാക്കും തേന്ന് പറയുമ്പോഴും അങ്ങയുടെ എല്ലാം ഗുരുവായൂരപ്പനാണ് ഈ പരബ്രഹ്മ സ്വരൂപിയായിട്ട് പട്ടതിരി വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തേന്ന് പറയുമ്പോഴും ഗുരുവായൂരപ്പനും നമ്മുടെ മനസ്സിൽ വരണം. ഗുരുവായൂരപ്പന്റെ മഹത്വം വർണ്ണിക്കുകയാണല്ലോ ഓരോ ശ്ലോകത്തിലും. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശതവ പാദതലം വദന്തി. പാദോർത്ഥദേശമപി ദേവരസാതലം തേ ഉത്ഭദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. ഇത് അവസാനം നമ്മളെ ഇതിൻ്റെ സംശയ വാക്കർത്ഥങ്ങളെല്ലാം കുറിച്ച് വെച്ചിരുന്നിട്ട് സംശയം നമുക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ തീരുന്നിടം വരെ നമുക്ക് തീർക്കാം. അതുകൊണ്ട് ഇടയ്ക്ക് സംസാരിക്കാൻ ഇപ്പം മ്യൂട്ട് ചെയ്തിരിക്കുകയല്ലേ, അതുകൊണ്ട് അത് ക്ലാസ് എടുക്കുമ്പോൾ പാടാം. അതുകൊണ്ട് അവസാനം എല്ലാവരും കുറിച്ച് വെച്ചിരുന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാം ക്ലിയർ ചെയ്ത് പോവാം. രണ്ടാമത്തെ ശ്ലോകം. ജംഗേതലാതലമതോ സുതലം ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ശോണീതലം ജഗനമംബരമംഗനാഭിർ പക്ഷശക്രനിലയസ്തവ ചക്രപാണേ. ജംഗേ തലാതലം അതഹ, അതാണ് അധോ എന്ന് ചൊല്ലുമ്പോൾ അതിനു വേണ്ടി അതഹ എന്നാണ് അതിന്റെ വാക്ക്. ജംഗേ തലാതലം അതഹ സുതലം ച ജാനു കിഞ്ച ഊരിയുഗളം എന്നാക്കിക്കൊള്ളണം. കിഞ്ചോരുയുഗളം സന്ധ്യ വരുമ്പം ഊരിയുഗളം എന്ന് വരും. കിഞ്ചഹ ഊരിയുഗളം കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ശോണീതലം ജഗനമംബരമംഗനാഭിർ പക്ഷശക്രനിലയസ്തവ ചക്രപാണേ. ആണ് ഇതിന്റെ പദം പിരിക്കുന്നത്. ജംഗ എന്ന് പറയുന്ന ഈ കാൽവണ്ണയാണ്. മുട്ട് തൊട്ട് താഴോട്ട് വാദം വരെയുള്ള ആ കാൽവണ്ണ തണ്ടുണ്ട്, അതാണ് ജംഗ എന്ന് പറയുന്നത്. അത് തലാതലം എന്നാണ് ആ ജംഗയ്ക്ക് കൊടുത്തിരിക്കുന്ന. വിശ്വരൂപന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ലോകങ്ങളായിട്ട് പറയുന്നതേ ഉള്ളൂ. അതിന്റെ ശാസ്ത്രീയ വശമൊന്നും നമ്മൾ നോക്കണ്ട. ജംഗേ തലാതലം അതഹ. പിന്നീട് സുതലം ജാനു എന്ന് പറഞ്ഞ കാൽമുട്ടിന്റെ വാക്ക. കാൽമുട്ടുകളെ എന്താണ് പറയുന്നത്? സുതലത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മളിനി മഹാബലിയുടെ പഠിക്കും. അന്നേരം അതിൽ മഹാബലി അയച്ച സ്ഥലമാണ്, ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഭഗവാന്റെ കാൽമുട്ടുകളാണ് ആ സ്ഥലം. സുതലം ജാനു കാൽമുട്ടുകൾ. കിഞ്ച പിന്നെയും യുഗളം എന്ന് വെച്ചാൽ രണ്ട് ഊരുക്കളുണ്ടല്ലോ. ഊരുക്കൾ എന്ന് വെച്ചാൽ തുട. ഭഗവാന്റെ രണ്ട് തുടകളും, അതാണ് യുഗളം 2 ഊരുഭാഗങ്ങളും. വിതലാതലേ ദ്വേ, വിതലവും അതലവും എന്നുള്ള 2 ലോകമുണ്ട്. അതാണ് ദ്വേ എന്ന് വെച്ചാൽ 2. ആ 2 ലോകങ്ങളുമാണ് ഭഗവാന്റെ യുഗളം, 2 തുടകളും ആണെന്ന് പറയുകയാണ്. അന്നേരം ഓരോ ലോകങ്ങളും ഇങ്ങനെ ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങളായിട്ട് വർണ്ണിക്കുന്നതാണ് വിരാട് രൂപ വർണ്ണന. ജംഗേതലാതലമതോ സുതലം ജാനു ഊരുഭാഗയുഗളം ആക്കണം. കിഞ്ച ഊരുഭാഗയുഗളം വിതലം അതലം. അതാണ് വിതലാതലേ ദ്വേ എന്ന് വെച്ചാൽ 2. വിതലവും അതലവും എന്നുള്ള 2 ഭഗവാന്റെ യുഗളങ്ങളാണ്, 2 ഊരുഭാഗങ്ങളാണ്. ഷോണീതലം ജഗനം എന്ന് വെച്ചാൽ അരക്കെട്ട്. ഭഗവാന്റെ അരക്കെട്ട് വരെ ഇവിടെ വന്നു. അത് ഷോണിയാണ്, ഭൂലോകം.
ഭൂലോകം ആണ് ജഗടം. ഇവിടം തൊട്ടാണ് താഴോട്ട് അധോലോകങ്ങൾ ഇത്രയും ആണ് പറയുന്നത്. ഭൂമിയിലോട്ട് താഴോട്ടുള്ള 4 ലോകങ്ങളുമാണ് അധോലോകങ്ങൾ. അതാണ് ശോണീതലം വെച്ച് നിർത്തും. ഇനി ഊർധലോകം വരും. ശോണീതലം ജഗനം, ജഗനം അരക്കെട്ട്, അരക്കെട്ട് അമ്പരമംഗനാഭി, ഭഗവാന്റെ നാഭി ഉണ്ടല്ലോ, ആ നാഭി അമ്പരം, ആകാശം, ആകാശമായിട്ട് പറയുകയാണ്. ആകാശവും ഈ ലോകത്തിന്റെ ഇത് വരികയല്ലേ, അതുകൊണ്ട് ആ ആകാശമാകുന്ന ആ ലോകവും ഭഗവാന്റെ നാഭിയാണ്. ഷോണീതലം ജഗനമംബരം അംഗ, എന്ന് വെച്ചാൽ ഭഗവാന്റെ വിശേഷണം ഒന്നേ ഉള്ളൂ, അല്ലയോ ഭഗവൻ. ഷോണീതലം ജഗനം അംബരം ആകാശം, അംഗ നാഭി, നാഭിർ എന്ന് പറയുന്നത് നാഭി എന്നാണ്. അത് പിന്നെ ഇതിൽ ശ്ലോകത്തിൽ വരുമ്പം നാഭിർ വക്ഷശ്ച ശക്രനിലയ, ശക്രനിലയം, ശക്രൻ ദേവേന്ദ്രനാണ്. ദേവേന്ദ്രന്റെ നിലയം അമരാവതി സ്വർഗലോകം. ഇവിടെ സ്വർഗമുണ്ട് വരെ ആയി. അതായത് വക്ഷശ്ച ശക്രനിലയ തവ, തവ അങ്ങയുടെ വക്ഷസ്, വക്ഷസ് എന്ന് വെച്ചാൽ മാറിടം, ഭഗവാന്റെ മാറിടം. അന്നേരം ഊർധലോകത്തിലോട്ട് വന്നു കഴിഞ്ഞു. ജഗനം കഴിഞ്ഞിട്ട് പിന്നെ വക്ഷസ് വന്നപ്പോഴത്തേക്ക് അത് ഭഗവാന്റെ അല്ല, വക്ഷസ് എന്ന് പറയുന്നത് ശക്രലോകം, അമരാവതി ദേവന്റെ സ്വർലോകമായിട്ട് വക്ഷസിനെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്വർഗത്തെ വക്ഷസായിട്ട്, അതൊക്കെ നമുക്ക് കുറേയൊക്കെ ഊഹിച്ച് അവരവരുടെ ഭാവനയ്ക്ക് പറയാവുന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാമാണെന്ന് പറയാൻ വേണ്ടി ഓരോ ഭാഗങ്ങളെ ഇങ്ങനെ വിശേഷപ്പെട്ട ഓരോ ലോകങ്ങളായിട്ട് അത് അതിൻ്റെ ചില സാങ്കത്യത്തോടുകൂടി പറഞ്ഞിട്ടൊന്നേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പോകണമെന്നില്ല. എന്തുകൊണ്ട് വക്ഷസ് ഭഗവാന്റെ അല്ല, ശക്രലോകം ഭഗവാന്റെ പക്ഷസായി എന്നൊക്കെ ചോദിച്ചാൽ ഏറ്റവും പ്രാധാന്യം കൂടുതലുള്ളത് എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാം. ജംഗേതലാതലമതോ സുതലം ജജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ശോണീതലം ജഗനം ജഗനം അമ്പരം അംഗ നാഭി. ഓരോന്ന് തിരിക്കണം. അമ്പരം അംഗ നാഭി, നാഭിയാണ് അമ്പരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചൊല്ലുമ്പോഴും മനസ്സിലാക്കി ചൊല്ലുമ്പം വ്യക്തമായിട്ട് അറിയാം, അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് പോവും. ഷോണീതലം ജഗനം അമ്പരമംഗനാഭിർ വക്ഷശ്ച ശക്രനില. ഓരോന്നും എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കി ഇത് ചൊല്ലിയാൽ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ആസ്വാദനം കൂടും. ഭഗവാനിലുള്ള ആ ഒരു മഹത്വവും നമ്മൾക്ക് വർദ്ധിച്ചു വരും. വക്ഷശ്ച, വക്ഷഹാച്ച, അതാണ് വക്ഷശ്ച ശക്രനിലയം, ദേവേന്ദ്രന്റെ നിലയമാണ്. തവ അങ്ങയുടെ, അങ്ങയുടെ വക്ഷസ്, തവ വക്ഷസ് ശക്രനിലയം, ദേവേന്ദ്ര നിലയമാണ്. അതിന് അമരാവതി എന്നാ പറയുന്നത്. അതായത് സ്വർലോകം. അമരാവതി എൻ്റെ തലസ്ഥാനം ഇതന്നെയാണ് എൻ്റെ, പക്ഷേ സ്വർലോകം എന്ന് ഉദ്ദേശിച്ചാൽ മതി. നിലയസ്തവ ചക്രപാണേ, ഒക്കെ ചില വിശേഷണങ്ങൾ ഭഗവാൻ കൊടുക്കുന്നതേ ഉള്ളൂ. ചക്രം, സുദർശന ചക്രം, പാണിയിലുള്ളവൻ, ആ ഒരു ഭഗവാന്റെ ഒരു മാഹാത്മ്യവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള വിശേഷണ പദങ്ങൾ കൊടുക്കുന്നത്. ചക്രപാണേ ജംഗേതലാതലമതോ സുതലം ജജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ശോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ച ശക്രനിലയത്തവ ചക്രപാണേ. ഈ ദശകം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇത് അവസാനം പറയൂ, അത് നമ്മൾ ഏത് ഈശ്വരകർമ്മം ചെയ്യുമ്പോഴും ഈ വിരാട് രൂപനെ ഒന്ന് സ്മരിക്കണമെന്നാണ് പറയുന്നത്. പുരുഷ സൂക്തം ഉണ്ടല്ലോ ഋഗ്വേദത്തില്, അത് നമ്മൾ എല്ലാവരും ഇപ്പോഴും ചൊല്ലാറുണ്ടല്ലോ ഋഗ്വേദത്തില്. അത് പുരുഷ സൂക്തം, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വിരാട് രൂപ സങ്കല്പം. അതുകൊണ്ട് ഈ ദശകം കുറെ പ്രാധാന്യമുണ്ട്. അത് അവസാനത്തെ ശ്ലോകത്തിൽ പെട്ടതിൽ തന്നെ പറയുന്നുമുണ്ട്. അന്നേരം ഇതാണ് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ജംഗേതലാതലമതോ സുതലം ജജാനു കിഞ്ച ഊരുഭാഗയുഗളം, കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ശോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ച ശക്രനിലയ തവ ചക്രപാണേ. മൂന്നാമത്തെ ശ്ലോകം. ഗ്രീവാമഹസ്തവ മുഖം ജജന തപസ്തുഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഭഗവൻ നമസ്തേ. ഗ്രീവാമഹതവ, ഗ്രീവാമഹതവ, മഹാവിസർഗം, മഹഃ തവ, മുഖം ച, മുഖഃ ച, മുഖം ച ജന തപഃ തു, തപഃ തു, അതാണ് തപസ്തു, ജനസ്തപസ്തു, തപഃ തപോലോകം എന്നുള്ള എന്താണ്, തപഃ തു, തു എന്ന് വെച്ചാൽ ആകട്ടെ എന്നുള്ള അർത്ഥത്തിൽ. ഗ്രീവാമഹസ്തവ, ഒരു മഹർലോകമുണ്ട്. ഊർധ്വലോകത്ത് വരുന്നതാണ് മഹർലോകം. അതെന്താണ്, ഗ്രീവയാണ്. ഈ വിശ്വരൂപന്റെ ഗ്രീവ എന്ന് വെച്ചാൽ കഴുത്ത്. ഒരു ഭക്ഷസ് കഴിഞ്ഞ് കഴുത്തായി,
നേരെ നിൽക്കല്ലേ വിശ്വരൂപൻ. ആ കഴുത്ത് എന്താണ്? മഹർലോകം എന്ന് പറയും. ഓരോ ലോകത്തിനും പ്രത്യേകതകളുണ്ട്. മഹർലോകം ഭഗവാന്റെ കഴുത്തായിട്ട് പറയാണ്, ഗ്രീവം, കഴുത്ത്. തവ മുഖം ച ജന, ജനലോകം ഉണ്ടല്ലോ, അത് മുഖമാണ്, ജനം. ഇവിടെയൊക്കെ ഓരോ ദേവതമാരിപ്പുണ്ട്. അതാണ് ജന, മുഖം ച ജന. തപസ്തു ഭാലം, തപോലോകമുണ്ട്, അത് ഭാലം. ഭാലം എന്ന് വെച്ചാൽ നെറ്റി, ഭഗവാന്റെ നെറ്റി, അതാണ് തപോലോകം. പിന്നെ ശിരസ്തവ സമസ്തമയസ്യ സത്യം, സമസ്തമയനായിട്ട് വിളിക്കുന്നല്ലേ. നേരത്തെ ചക്രപാണി എന്ന് വിളിച്ച കണക്ക് ഇവിടെ സമസ്തമയൻ, ഇപ്പൊ എല്ലാം ആയി, എല്ലാമായിട്ടിരിക്കുന്ന, സമസ്തവുമായിട്ടിരിക്കുന്ന ഭഗവാൻ. മയം എന്ന് വെച്ചാൽ ആയിത്തീർന്നിരിക്കുന്ന, ആ സമസ്ത ലോകവുമായി തീർന്നിരിക്കുന്ന ഭഗവാനെ ഇപ്പം ഇത്രയും വന്നു കഴിയുമ്പോൾ ആ രീതിയിൽ അങ്ങ് മാറ്റി. സമസ്തമയസ്യ സത്യം, അത് ഈ സമസ്തമയനായിരിക്കുന്ന വിരാട് രൂപന്റെ സത്യലോകമാണ് ശിരസ്. ശിരസിലാണ് ബ്രഹ്മാവിരിക്കുന്നത് അല്ലെ, സത്യലോകത്തല്ലേ ബ്രഹ്മാവിരിക്കുന്നത്. ആ സത്യലോകം ഭഗവാന്റെ ശിരസായിട്ട് പറയുകയാണ്. ബുദ്ധി, ബ്രഹ്മാവ് ബുദ്ധിയുടെ പ്രതീകമല്ലേ. ഗ്രീവാമഹസ്തവ, മഹർലോകം അങ്ങയുടെ ഗ്രീവമാണ്. മുഖം ജനലോകമാണ്, ജന തപോലോകം ഫാലമാണ്. ഭഗവാന്റെ നമുക്ക് ഓരോ അവയവങ്ങളും ഉണ്ട്. ഈ വിശ്വരൂപൻ നമ്മൾ തന്നെ വിശ്വരൂപനാക്കി മാറ്റിയെടുക്കാൻ മതി. നമ്മള് പിണ്ടാണ്ടം, മറ്റേത് ബ്രഹ്മാണ്ടം എന്നേ ഉള്ളൂ. നമ്മളിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ അവയവങ്ങളും ഉണ്ട്. അത് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ചിത്രീകരിച്ച് പറഞ്ഞാൽ മതി. ഇവിടെ അതേ ഉള്ളൂ. ഗ്രീവാമഹസ്തവ മുഖം ജന തപസ്തു ഭാലം, ഭാലം നെറ്റി. ശിരസ്തവ, ഇങ്ങയുടെ ശിരസുണ്ടല്ലോ, തല, മൂർധാവ്, അത് സമസ്തമയസ്യ സത്യം, ആ സത്യലോകമാണ് ഇത്. ഏവം ജഗന്മയതനോ, ഇപ്രകാരം ജഗന്മയതനുമായിരിക്കുന്ന, ജഗത് എന്ന് വെച്ചാൽ ലോകം, ആ ലോകം തന്നെ സ്വരൂപമായിരിക്കുന്ന തനു, തന്നു വെച്ചാൽ ശരീരം, അതാണ് തനു, തനോ അങ്ങനെ വിളിക്കുകയാണ്. ഈ ലോക ശരീരമായിരിക്കുന്നവനെ, അതായത് ഈ ലോകമായി ഭവിച്ചിരിക്കുന്നവനെ, ഏവം ഇപ്രകാരം ജഗന്മയതനോ ജഗതാശ്രിതൈരപ്യന്യർ. ഇത്രയും പറഞ്ഞ 14 ലോകങ്ങൾ മാത്രമല്ല, ഈ ജഗത്തിന് ആശ്രയമായിരിക്കുന്ന പിന്നെയും കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഒരു ജഗത്ത് നിലനിൽക്കുന്നത് ആ ലോകം മാത്രം പറഞ്ഞ പോലെ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന, അതിന് ആശ്രയമായിരിക്കുന്ന, അതാണ് ജഗതാശ്രിതൈ. ജഗത്തിന് ആധാരം, ആശ്രയമായിരിക്കുന്ന ജഗതാശ്രിതൈര അപി അന്യയിൽ, അന്യൈ അപി, മറ്റു കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് ഈ വിശ്വരൂപനിൽ 14 ലോകങ്ങളും ഉണ്ട്. ആ ജഗത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെന്ന് കാണിക്കാനാണ് ജഗതാശ്രിതൈരപ്യന്യൈർ. അന്യൈർ, ജഗതാശ്രിതങ്ങളായിരിക്കുന്ന അന്യൈർ നിബദ്ധ വപുഷേ, വപുസ്, അങ്ങനെ നിബുദ്ധ എന്ന് വെച്ചാൽ ബന്ധപ്പെട്ടിരിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന. അതായത് ഈ വിശ്വരൂപനിൽ ഈ 14 ലോകങ്ങളും ഇനി ലോകസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും അതിലുണ്ടെന്ന് പറയുകയാണ്. അതാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. എന്താണ് ലോകസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ഭഗവാനിൽ എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തന്നെ ബാഹ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആന്തരിക ഭാവങ്ങൾ ഓരോന്നില്ലേ. അത് അല്ലാതെ തന്നെ ഇതിനകത്ത് മൂക്കുണ്ട്, കണ്ണുണ്ട്, എല്ലാം ഇല്ലേ, ഇന്ദ്രിയങ്ങളുണ്ട്, അതെല്ലാം വിശ്വരൂപനുമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറയുകയാണ്. ഗ്രീവാമഹസ്തവ മുഖം ജന തപസ്തു ഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗതാശ്രിതൈർ അപി അന്യൈർ നിബദ്ധ വപുഷേ. അങ്ങനെ പദം പിരിച്ചെന്ന് പറയണം. ജഗതാശ്രിതൈർ അപ്യന്യൈർ നിബദ്ധ വപുഷേ ഭഗവൻ തേ നമഃ, അങ്ങയ്ക്ക് നമസ്കാരം. അതാണ് നമസ്തേ തേ നമഃ. ഭഗവൻ, അല്ലയോ ഭഗവൻ, അങ്ങയ്ക്ക് നമസ്കാരം. അതായത് ഈ ജഗത്തും പിന്നെ ആ ജഗത്തിന്റെ ആശ്രയമായിരിക്കുന്ന മറ്റു വസ്തുക്കളുമായിട്ടൊക്കെ തീർന്നിരിക്കുന്ന ഭഗവാനെ നമസ്കാരം. അതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം. ഞാൻ ഒന്നുകൂടെ ചൊല്ലാം. ഗ്രീവാമഹസ്തവ മുഖം ജന തപസ്തു ഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗതാശ്രിതൈരപ്യന്യൈർ നിബദ്ധ വപുഷേ, വപുസ് സംബോധന വരുമ്പോ വപുഷേ ഭഗവൻ നമസ്തേ, അല്ലയോ ഭഗവൻ തേ നമഃ, അങ്ങയ്ക്ക് നമസ്കാരം. 4-ാമത്തെ ശ്ലോകം. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി കേശവകനാസ്തവ കേശപാശ
ഉല്ലാസി ചില്ലിയുകളം ദ്രുഹിണസ്യ ഗേഹം ഭസ്മാണി രാത്രി ദിവസവോ സവിധാജ നേത്രേ ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധവ ചന്ദാംസി കേശവ കനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുകളം ദ്രുഹിണസ്യ ഗേഹം ഭസ്മാണി രാത്രി ദിവസവും സവിധാജ നേത്രേ. കുറച്ചും കൂടെ വിശദമായിട്ട് പോവുകയാണ് ആ ശരീരഭാഗങ്ങൾ. എന്താണ്? ത്വദ്ബ്രഹ്മരന്ധ്രപദം. ബ്രഹ്മരന്ധ്രം ഉണ്ടല്ലോ, ആ മൂർധാവിലുള്ള ആ ദ്വാരം, അതായത് സുഷുമ്നാ നാഡി വന്ന് അഗ്രഭാഗമാണ് ഈ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. ആ ബ്രഹ്മരന്ധ്രം എന്താണ്? ത്വത്, അങ്ങയുടെ, അതായത് ഗുരുവായൂരപ്പന്റെ ബ്രഹ്മരന്ധ്ര പദം, ആ പ്രദേശം. അല്ലയോ ഈശ്വര, മൂന്നാല് വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈശ്വരൻ, എല്ലാത്തിൻ്റെയും നിയന്താവായിട്ടിരിക്കുന്നത്, വിശ്വകന്ദൻ, ഗുരുവായൂരപ്പന്റെ വിശേഷണങ്ങളാണ്. ഈ വിശ്വത്തിന്റെ ബീജമായിരിക്കുന്നവൻ, അതായത് ഈ വിശ്വം എല്ലാം ഈ ഭഗവാനിലാണെന്ന് നമ്മൾ കഴിഞ്ഞ 6-ാം ദശകത്തിൽ കണ്ടല്ലോ, 5-ാം ദശകത്തിൽ. അതിൽ വിശ്വകന്ദനായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. കന്തം എന്ന് വെച്ചാൽ വേര്, അല്ലെങ്കിൽ എൻ്റെ ബീജം. ആ ബീജമായിട്ടിരിക്കുന്ന ഭഗവാനെ വിശ്വകന്ത അതാണ് ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി. ചന്ദാംസി എന്ന് വെച്ചാൽ വേദങ്ങൾ. ഈ വേദങ്ങളുണ്ടല്ലോ, ഈ ലോകത്താവുമ്പോൾ അറിവുകൾ വേണ്ടേ, അല്ലാതെ ലോകം നിലനിൽക്കില്ലല്ലോ. എന്നിട്ട് ഈ അറിവുകളായിട്ടുള്ളത് ഈ വിശ്വരൂപന്റെ ബ്രഹ്മരന്ധ്രം എന്ന് പറയാണ്. ബ്രഹ്മരന്ധ്രം, അതാണ് ത്വദ്ബ്രഹ്മരന്ധ്രം. അങ്ങയുടെ ബ്രഹ്മരന്ധ്രമാകട്ടെ, അല്ലയോ ഈശ്വര വിശ്വഗന്ധ ചന്ദാംസി, വേദങ്ങളാകുന്നു. ഓരോന്ന് പറയുന്നതേ ഉള്ളൂ. അതായത് തലയാണല്ലോ അറിവിന്റെ പ്രതീകം. അതുകൊണ്ട് ചന്ദാംസികളെ, വേദങ്ങളെ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രമായിട്ട് പറഞ്ഞു. കേശവ കനാസ്തവ കേശപാശ, അല്ലയോ കേശവ. കേശവൻ എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ടല്ലോ, അല്ലേ? കേശിയെ കൊന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്, നല്ല കേശമുള്ളവൻ എന്നുള്ള അർത്ഥമുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ ശയിക്കുന്നവൻ, ജലത്തിൽ ശയിച്ചെന്നുള്ള അർത്ഥത്തിൽ ഒക്കെ പല ഭാവത്തിൽ കേശവൻ എന്ന് ഭഗവാനെ വിളിക്കും. ഭഗവാന്റെ പര്യായമാണ് കേശവൻ. ഖനം എന്ന് വെച്ചാൽ മേഘം. മേഘം ഉണ്ടല്ലോ, കാർമേഘം. ഖനം, മേഘം എന്നാണ്. ഖന സ്തവ കേശപാശ, അങ്ങയുടെ കേശം ഉണ്ടല്ലോ, മനോഹരമായ കറുത്ത മുടി, അതെന്ന് പറയുന്നത് മേഘമാണ്. അതായത് വിരാട് പുരുഷന്റെ മുടി മേഘമാണെന്ന് പറയാണ്. അതായത് ഈ കാണുന്നതെല്ലാം ഉൾപ്പെടുത്തുക ഇത്. അതെല്ലാം ജഗത്സംബന്ധിയാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ജഗത്സംബന്ധിയായിരിക്കുന്ന മറ്റ് വസ്തുക്കളും ഭഗവാന്റെ അവയവങ്ങൾ തന്നെ എന്ന് പറയാണ്. അതാണ് ഖനാസ്തവ, ഖനം തവ, ഖനാസ്തവ കേശപാശ. അതൊക്കെ നമുക്ക് ധ്യാനിക്കാൻ കൊള്ളാം. വിശ്വരൂപനെ എടുത്തിട്ട് ആ ഓരോ ഭാഗങ്ങളും നമ്മൾ ഈ ലോകമായിട്ടും മറ്റ് ജഗത്സംബന്ധിയായ വിഷയങ്ങളായിട്ടൊക്കെ അങ്ങോട്ട് ഭാവന ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇതെല്ലാം വിശ്വരൂപൻ്റെതാണെന്ന് കാണുമ്പോൾ ആ ഒരു സമഗ്രത നമ്മളിൽ വരും. ആ സങ്കുചിതത്വം നമ്മുടെ മനസ്സിൽ നിന്ന് പതുക്കെ കളയാൻ വേണ്ടിയാണ് ആ വിശ്വഭാവന വരണ്ടേ. സർവം കല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടോ, ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഈ രീതിയിൽ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് മനസ്സിലാക്കി വരുമ്പോൾ നമുക്കത് ആ ഭാവത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെയാണ് ആചാര്യന്മാർ ഈ വിരാട് രൂപം സങ്കല്പിച്ചിരിക്കുന്നത്. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി കേശവ ഖനാസ്തവ കേശപാശ, അങ്ങയുടെ കേശപാശങ്ങള് മേഘമാണ്, ഖനം. ഉല്ലാസി ചില്ലിയുഗളം, ചില്ലിയുഗളം ഉണ്ടല്ലോ, ഭഗവാന്റെ പുരിയക്കൊടി. ഉല്ലാസി എന്ന് വെച്ചാൽ മുകളിലോട്ട് ഇങ്ങനെ ഉല്ലസിക്കുന്ന, ഉല്ലസിക്കുന്ന ആ ചില്ലിയുഗളം, 2 ചില്ലികളും ഉണ്ടല്ലോ. അതെന്താണ്? ദ്രുഹിണസ്യ ഗേഹം. ദ്രുഹിണൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ വാസഗൃഹമാണ്. ഇതൊരു വർണ്ണന. ബ്രഹ്മാവ് വലിയ ദേവനായോണ്ട് ആ ദേവന്റെ ഗൃഹമാണ് അങ്ങയുടെ പുരിയക്കുടികൾ എന്ന് പറയാണ്. അതാണ് ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം. ദ്രുഹിണൻ, ആ ബ്രഹ്മാവിന്റെ വാസസ്ഥലം തന്നെയാണ് അങ്ങയുടെ ആ പുരിയക്കൊടി. നമ്മള് ലളിതാ സഹസ്രനാമത്തിലുണ്ടല്ലോ, ദേവിയുടെ പുരിയക്കൊടി. വദനസ്മര മാംഗല്യ തോരണ ജില്ലിക എന്ന് പറയത്തില്ലേ, ഇല്ലേ? കാമദേവന്റെ വദനമാണ് ദേവിയുടെ മുഖം, അതിന് കമാനമായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ പുരിയക്കൊടി എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പറയാറുണ്ട്. ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം. ബ്രഹ്മാവിന്റെ ഗേഹം തന്നെയാണ് ആ ഭഗവാന്റെ പുരിയക്കൊടികളായിട്ട് പറയുന്നത്. ഭസ്മാണി രാത്രി ദിവസവും,
പഷ്മം എന്ന് പറയുന്ന കൺപീലികളാണ്. ഇവിടെ നമ്മൾ കൺപോള, ഭഗവാൻ കണ്ണടയ്ക്കുമ്പോൾ രാത്രി, തുറക്കുമ്പം പകല്, അതാണ് രാത്രിയും പകലും. പഷ്മാണി, അങ്ങയുടെ കൺപോളകൾ രാത്രിയും പകലുമാണ്. സവിതാജ നേത്രേ, അത് കൊള്ളാം. സവിതാവ്, സവിത എന്ന് വെച്ചാൽ സൂര്യൻ. സൂര്യനാണ് ഈ വിരാട് പുരുഷന്റെ നേത്രങ്ങൾ. നമ്മൾ ഇതിലും പുരുഷ സൂക്തത്തിലും പറയുന്നുണ്ട്, ഭഗവാന്റെ കണ്ണുകളാണ് സൂര്യൻ. അതാണ് സവിത, സവിതാവ് സൂര്യൻ. സവിതാജ നേത്രേ, ഓരോ ശരീരഭാഗങ്ങളും എടുത്തിട്ട് അത് വിശ്വത്തിലുള്ള പ്രധാനപ്പെട്ട ദിവ്യങ്ങളായ വസ്തുക്കളായിട്ട് താരതമ്യം ചെയ്യുന്നേ ഉള്ളൂ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദ്രാംസി കേശവ ഘനാസ്തവ കേശപാശ. ഘനാസ്തവ തവ കേശപാശ. ഘന മേഘങ്ങളാകുന്നു. ചില്ലിയുകളം, ആ രണ്ട് ചില്ലിക്കൊടികളും, ഉല്ലസിക്കുന്ന രണ്ട് ചില്ലിക്കൊടികളും. ദൃഹിണസ്യ ഗേഹം, ബ്രഹ്മാവിന്റെ വസതിയാണ്. പഷ്മാണി രാത്രി ദിവസവും, പോളകളുണ്ടല്ലോ, കൺപോളകൾ, അത് രാത്രിയും പകലുമാണ്. പിന്നെ സവിതാജ നേത്രേ, ആ സൂര്യനാണല്ലോ നമ്മളെ കൊണ്ട് ഏറ്റവും പ്രകാശമാനമായിരിക്കുന്ന ഒരു ഗോളം, ഒരു ജ്യോതിർഗോളം, അത് ഭഗവാന്റെ കണ്ണുകളാണെന്ന് സങ്കല്പിച്ചു. പ്രത്യേക ആ ദിവ്യ ഭാവം നമുക്ക് ആ വിരാട് പുരുഷനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനൊക്കെ നിൽക്കുന്ന ആ സമസ്തമയനായി നിൽക്കുന്ന ഭഗവാൻ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി കേശവ ഘനാസ്തവ കേശപാശ. ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം. പഷ്മാണി, പഷ്മാണി പുതിയ വാക്കാണല്ലോ, കൺപീലി, ഇവിടെ കൺപോളകൾ എന്നെടുക്കുക. രാത്രി ദിവസവും, രാത്രിയും പകലും, രാപകൽ. സവിധാജ നേത്രേ, സൂര്യനാണ് നേത്രങ്ങൾ എന്ന് പറയുകയാണ്. ഓരോ വർണ്ണനയെന്നുള്ളൂ, ഇവിടെ കൂടുതൽ പറയാനില്ല. കാരണം ഓരോ ഭാഗങ്ങളും ഓരോ നമുക്കറിയാവുന്ന ഓരോ വിശ്വഭാഗങ്ങളായിട്ട് താരതമ്യം ചെയ്യുന്നേ ഉള്ളൂ. അഞ്ചാമത്തത്, നിശേഷ വിശ്വരചനാജ കടാക്ഷമോക്ഷ കർണവൂതിശോശ്യയുഗളം തപനാസിജാദ്വേ. ലോഭത്രപേജ ഭഗവന്നധരോത്തരോഷ്ടവോ താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്രാ. നിശേഷ വിശ്വരചനാജ കടാക്ഷമോക്ഷ, നിശേഷ വിശ്വരചനാജ കടാക്ഷമോക്ഷ കർണൗ ദിശഃ, കർണൗ ദിശഃ അശ്വയുഗളം തവ നാസികാദ്വേ. അശ്വയുഗളം, അശ്വയുഗളം തവ നാസികാദ്വേ. ലോഭത്രവേജ ഭഗവൻ അധരോത്തരോഷ്ടൗ, അധര ഉത്തരോഷ്ടൗ, അധരോത്തരോഷ്ടൗ, ഓഷ്ടം, അതാണ് അധരോത്തരോഷ്ടൗ, അധര ഉത്തരം ഓഷ്ടൗ. താരാഗണാശ്ച, താരാഗണാശ്ച ദശന, ദശന ശമനഃ ച ദംഷ്ട്ര. ഓരോന്നും പേര് പറയുന്നതേ ഉള്ളൂ. നിശേഷ വിശ്വരചനാജ കടാക്ഷമോക്ഷ. അന്നേരം ഭഗവാൻ തന്നെ ഈ വിരാട് പുരുഷനാണല്ലോ ഈ വിശ്വമാര്, അത് ഭഗവാന്റെ ആ കടാക്ഷമാണ്. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പഠിച്ചല്ലോ, ഭഗവാന്റെ കടാക്ഷം, ആ ഈക്ഷണം കൊണ്ടാണ് ഈ സൃഷ്ടി തുടങ്ങുന്നത്, ഇല്ലേ? ആ സമാവസ്ഥയിലിരിക്കുന്ന മായ ആ ഭഗവാൻ ഒന്ന് നോക്കി, ഒരു സൃഷ്ടിവാഞ്ച വന്നപ്പോൾ ആ നോട്ടം കൊണ്ടാണ് പ്രകൃതി ഒന്ന് ചലിച്ചു, മായ ചലിച്ചു, ഈ സത്വരജതമോ ഗുണങ്ങൾ വിഭിന്നങ്ങളായി മാറി. അതിനനുസരിച്ചുള്ള പഞ്ചഭൂതങ്ങളും മറ്റിന്ദ്രിയങ്ങളും എല്ലാം ഭംഗിയെല്ലാം നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ വിശദമായിട്ട് പറഞ്ഞതാ. അന്നേരം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിശേഷ വിശ്വരചന, രചന എന്ന് വെച്ചാൽ അതിന്റെ നിർമ്മിതി, വിശ്വത്തിന്റെ ആ രചന എന്താണ്? കടാക്ഷമോക്ഷ, അങ്ങയുടെ കടാക്ഷമാണ്, അങ്ങയുടെ ആ നോട്ടമാണ് ഈ വിശ്വത്തിന്റെ സൃഷ്ടി എന്ന് പറയുകയാണ്. ഭഗവാന്റെ സൃഷ്ടിവാഞ്ചയാണ് ഈ വിശ്വമായിട്ട് വരുന്നതേ. നിശേഷ വിശ്വരചന, പൂർണ്ണമായിട്ടും അങ്ങയുടെ ഈ വിശ്വത്തിന്റെ രചന, ആ നിർമ്മിതി കടാക്ഷമോക്ഷമാണ്, വിരാട് പുരുഷന്റെ കടാക്ഷം തന്നെയാണ്. കർണവു ദിശ, ദിക്കുകളുണ്ടല്ലോ, അത് ഭഗവാന്റെ കർണങ്ങൾ, ചെവിയാണ്. ദിക്ക് ചെവിയായിട്ട് ശബ്ദമാണല്ലോ, ചെവിയുടെ ഇന്ദ്രിയ തന്മാത്ര ശബ്ദമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അന്നേരം ആ കർണവു ദിശ, കർണം ദിക്കുകളാണ്. വിരാട് പുരുഷന്റെ ചെവികളാണ് ഈ ദിക്കുകളായിട്ട് അനുഭവപ്പെടുന്നത്. അതാണ് ദിശഃ. അശ്വയുഗളം തവ നാസികാദ്വേ, രണ്ട് നാസികളുണ്ടല്ലോ, മൂക്ക്, വിരാട് പുരുഷന്റെ രണ്ട് മൂക്കുകളും, അതാണ് നാസികകൾ. അശ്വനീ ദേവകളാണ്, അശ്വനീ ദേവകൾ, രണ്ട് ദേവന്മാരുണ്ടല്ലോ, അശ്വനി, അതാണ് ദേവവൈദ്യന്മാരായിട്ട് പറയുന്നത്, അല്ലേ? നാസത്യൻ ദസ്രൻ എന്ന രണ്ടു പേരാണ് അവരുടെ പേരായിട്ട് പറയുന്നത്. നാസത്യൻ ദസ്രൻ, ആ പേരൊന്നും ഓർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതായത് അശ്വനീ ദേവകളാണ് എന്താണ് രണ്ട് നാസികളായിട്ട് പറയുന്നത്, അല്ല, രണ്ട് ദേവതകളാണ് ഭഗവാന്റെ രണ്ട് നാസാദ്വാരങ്ങൾ.
അശ്വയുഗളം, യുഗളം 2. ഇവിടെ അശ്വിനി ദേവകളെ അങ്ങനെ അശ്വയുഗളം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ അശ്വിനി ദേവകൾ രണ്ടുപേരുമാണ് ഭഗവാന്റെ നാസിക. നാസികാദ്വേ, 2 നാസികളുണ്ടല്ലോ, 2 ദ്വാരങ്ങൾ, അതാണ് നാസികാദ്വേ. ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ടവും. ചുണ്ടുകളെ പറയുകയാണ്. അതായത് വിശ്വരൂപന്റെ ചുണ്ടുകളുണ്ടല്ലോ, 2 കീഴ്ചുണ്ടും മേൽചുണ്ടും ഉണ്ട്. അതാണ് അധര എന്ന് വെച്ചാൽ കീഴ്ചുണ്ട്, മറ്റേത് മേൽചുണ്ട്. അതാണ് ലോഭവും ത്രപയുമാണെന്ന് പറയാണ്. അത് നമ്മുടെ ഈ ലോകത്തില്ലേ, ലോഭം എന്ന് വെച്ചാൽ അതിയായ അത്യാഗ്രഹം ഒക്കെ ചേർന്ന കൊത്തി എന്നൊക്കെ പറയുന്ന ലോഭം, അത് ഭഗവാന്റെ അധരോഷ്ടമാണ്. അതുപോലെ തന്നെ ഉത്തരോഷ്ടം, അതായത് മേൽചുണ്ടെന്ന് പറയുന്നത് ത്രപയാണ്, ലജ്ജ. നമുക്ക് പല കാര്യത്തിലുമൊക്കെ വിഷയത്തിൽ ലജ്ജയും ഒക്കെ വരുന്ന പല വികാരങ്ങൾ, ഇത് രണ്ടും ഭഗവാന്റെ ചുണ്ടുകളാന്ന് പറയാണ്. ലോഭവും ത്രപയും ഭഗവാന്റെ കീഴ്ചുണ്ടും മേൽചുണ്ടും എന്ന് പറയാണ് വിശ്വരൂപന്റെ. ലോഭത്രപേജ ഭഗവൻ അധര ഉത്തരോഷ്ടവും. അധഹ ഉത്തരം, അതാണ് അധ ഉത്തരോഷ്ടം എന്ന് പറയുന്ന. ഓഷ്ടം ചുണ്ട്, അധഹ താഴെ, മറ്റേത് ഉത്തരം മേൽ. അധഹ അധരോത്തരോഷ്ടവും, കീഴ്ചുണ്ടും മേൽചുണ്ടും കൂടെ ചേർത്ത് പറയുന്നതാണ് അധരോത്തരോഷ്ടവും. താരാഗണാശ്ച ദശന. ഇനി വിശ്വരൂപന്റെ പല്ല് വേണ്ടേ? ദശന എന്ന് വെച്ചാൽ പല്ല്. ആ പല്ലെന്ന് പറയുന്നത് നക്ഷത്രജാലങ്ങളാണ്. അത് നമ്മൾ നക്ഷത്രങ്ങളെ എന്നും രാത്രി കാണുമ്പോൾ എന്താണ്? ഭഗവാന്റെ പല്ലുകളല്ല തിളക്കമുള്ള മനോഹരമായ പല്ലല്ലേ? ആ വിശ്വരൂപന്റെ ആ സ്വരൂപ വർണ്ണനയും കൂടെ ഈ വരുന്നത്. അതാണ് താരാഗണം. ഗണം എന്ന് വെച്ചാൽ കൂട്ടം, താരം എന്ന് വെച്ചാൽ നക്ഷത്രം. നക്ഷത്രക്കൂട്ടങ്ങളാകട്ടെ അങ്ങയുടെ ദശനമാണ്, പല്ലുകളാണ്. ദശന ശമനം ച ദംഷ്ട്ര. ദംഷ്ട്രായുണ്ട് വിശ്വരൂപന്റെ ദംഷ്ട്രായ രൂപത്തിലൊക്കെ, അത് ശമനനാണ്. ശമനം എന്ന് വെച്ചാൽ കാലൻ. ദംഷ്ട്രാച്ചിരി ഭീതിയുള്ളല്ലേ, കാലനെ എല്ലാവർക്കും ഭയമല്ലേ. അതുകൊണ്ട് ഭഗവാൻ ചില രൂപത്തിലൊക്കെ ആ രൂപത്തിലൊക്കെ മാറും. വിശ്വരൂപമാകുമ്പോൾ എല്ലാം വേണ്ടേ? നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ഭാവങ്ങൾ മാത്രമല്ല, എല്ലാ രൂപവും ചേർന്നതാണ് വിശ്വം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കയറി വരുന്നത്. വിശ്വരൂപന്റെ ദംഷ്ട്രയാണ് കാലൻ, ശമനൻ. അതാണ് ശമനം ച ദംഷ്ട്ര എന്ന് പറയുന്നത്. ഏത് ഭാവങ്ങളും ഈ വിശ്വരൂപനിൽ ഉൾക്കൊള്ളിക്കുന്നേ ഉള്ളൂ. നിശേഷ വിശ്വരജനാജ കടാക്ഷമോക്ഷ കർണവൂ ദിശ അശ്വയുഗളം തവ നാസികാദ്വേ. ദ്വേ നാസിക, എന്താണ് അശ്വയുഗളം, അശ്വനി ദേവകൾ. സത്യൻ ദസ്രൻ. ലോഭത്രപ, ലോഭവും ത്രപയും. ത്രപ എന്ന് വെച്ചാൽ ലജ്ജ, ലോഭം എന്ന് വെച്ചാൽ അത്യാഗ്രഹം, കൊതി. ഭഗവൻ, ലയോ ഭഗവൻ അധരോത്തരോഷ്ടവും, ഇങ്ങയുടെ കീഴ്ചുണ്ടും മേൽചുണ്ടുമാണ്. താരാഗണാശ്ച, നക്ഷത്ര സമൂഹം, അതാണ് താരാഗണം, നക്ഷത്ര സമൂഹവും. ദശന, പല്ല്, ദന്തം. ശമനശ്ച ദംഷ്ട്ര, ദംഷ്ട്ര ശമനനുമാകുന്നു. അത്രയേ ഉള്ളൂ. ഒന്നിങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, കൂടുതൽ വിശദീകരിക്കാനായിട്ടില്ല. നമ്മൾ ആ പദം തിരിച്ച് മനസ്സിലാക്കി ഇത് ചൊല്ലണം, നാരായണീയം. അതേ ഉള്ളൂ ഇവിടെ ഈ ദശകത്തിൽ ഉദ്ദേശിക്കുന്ന. ഓരോന്നും ഇങ്ങനെ താരതമ്യം ചെയ്ത് പറയുന്നു. നിശേഷ വിശ്വരജനാജ കടാക്ഷമോക്ഷ കർണവൂതിശോശ്യയുഗളം തവ നാസികാദ്വേ. ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്ര. ദംഷ്ട്ര ഏറ്റപ്പല്ലുണ്ടല്ലോ, ദംഷ്ട്ര, അതാണ് ശമനൻ. 6ാമത്തെ ശ്ലോകം. മായാവിലാസകസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജ സ്തനയുഗം ധവ ധർമ്മദേവ. മായാവിലാസകസിതം, മായാവിലാസകസിതം ശ്വസിതം സമീരഃ, ശ്വസിതം സമീരഃ. ജിഹ്വാജലം, ജിഹ്വ ജലം. വചനമീശ ശകുന്തപംക്തി, ശകുന്തപംക്തി വചനം, ഈശ ലയോ ഈശ. വചനമീശ ശകുന്തപംക്തി. സിദ്ധാദയ സ്വരഗണ, സിദ്ധാദയ, സിദ്ധാദയ സ്വരഗണ. മുഖരന്ധ്രമഗ്നി, മുഖരന്ധ്രം അത് അഗ്നി. ദേവാഭുജ, ദേവാഭുജ. സ്തനയുഗം തവ ധർമ്മ ദേവ, സ്തനയുഗം ധവ ധർമ്മദേവ. വീണ്ടും പറയാണേ, മായ ഉണ്ടല്ലോ,
മായയാണല്ലോ ഈ ഭഗവാന്റെ ഒരു മായ. കൃഷ്ണന്റെയൊക്കെ ഭഗവാന്റെ ചിരിയൊക്കെ ഒരു മായാവിലാസമാണെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. ആരെയും ഒക്കെ ഇങ്ങനെ മോഹിപ്പിക്കുന്ന ആ മായാ പ്രഭാവം, അത് ഭഗവാന്റെ പുഞ്ചിരി. അതാണ് മായാവിലാസകസിതം. ആ ലീലാസ്മിതമാണ് മായ എന്ന് പറയുന്നത്. മായയുണ്ടല്ലോ ഈ ലോകത്ത്, മായയുടെ പ്രകടനമാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം. അതുകൊണ്ട് അത് ഭഗവാന്റെ ഒരു ഭഗവാന്റെ ഒരു പുഞ്ചിരിയാണ്. പക്ഷെ നമ്മൾ ഈ പായപ്പെട്ടു പോകുമ്പം നമ്മളതീ കിടന്ന് എന്താ മത്താളടിച്ച് വിലയുന്നേ ഉള്ളൂ. അത് ഭഗവാന്റെ ഒരു പുഞ്ചിരിയാണെന്ന് പറയാണ്. ഈ മായയിൽ എന്ത് സംഭവിച്ചാലും അത് ഭഗവത് പുഞ്ചിരിയായിട്ട് നമ്മൾ കാണണം. അതാണ് മായാവിലാസകസിതം. പിന്നെ ശ്വസിതം സമീരഹ. സമീരം എന്ന് വെച്ചാൽ കാറ്റ്. കാറ്റാണ് ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം. അതായത് വിശ്വരൂപന്റെ ശ്വാസോച്ഛ്വാസ ആണ്, നിശ്വാസവും ശ്വാസമെടുപ്പുമാണ് സമീരൻ, കാറ്റെന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ കാറ്റുള്ളെങ്കിൽ അത് ഭഗവാൻ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യാണ്. ജിഹ്വാ ജലം. ഈ ഭഗവാന്റെ ജിഹ്വ എന്ന് വെച്ചാൽ നാക്ക്, അത് ജലമാണ്. രസന എന്ന് പറയുമല്ലോ നാക്കിന്, രസം. അത് എന്താണ്? ജലം ഭഗവാന്റെ നാക്കാണ്. രുചി രസം ഒക്കെ അറിയുന്ന നാക്കല്ലേ. അതുകൊണ്ടാണ് ജിഹ്വാജലം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഓർത്തു വെച്ച് ധ്യാനിക്കാം. ഭഗവാന്റെ രസനയാണ് എന്താണ് ഈ പറഞ്ഞ ജലം, പ്രകൃതി ജലം. വചനമീശ ശകുന്ത പങ്ക്തി. ശകുന്തം എന്ന് പറയുന്ന പക്ഷികളാണ്, പങ്ക്തി കൂട്ടം. അതായത് പക്ഷി സമൂഹം എന്ന് പറയുന്നത് ഭഗവാന്റെ വചനമാണ്. ഉണ്ടോ? നമ്മൾ ഈ പ്രകൃതിയിലൊക്കെ എല്ലാം പക്ഷികൾ എന്തെല്ലാം സൗണ്ടിൽ ഇങ്ങനെ നല്ല പാടുന്നില്ലേ? കുയിലുകളുടെയൊക്കെ പാട്ടുണ്ടല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിത് ഭഗവാന്റെ വചനമാണെന്ന് നമ്മുടെ മനസ്സിൽ വരണം. അതാണ് നമ്മുടെ ആ ഒരു ഈശ്വര ഭാവന, അല്ലേ? അതൊന്നു കേൾപ്പതു നാരായണ ശ്രുതികൾ എന്ന് എഴുത്തച്ഛൻ പറയുന്ന കണക്ക് എന്ത് കേട്ടാലും ഭഗവാന്റെ ശ്രുതി നാദം ആയിട്ട് നമുക്ക് തോന്നണം. അതാണ് വചനമീശ ശകുന്ത പങ്ക്തി. കുമാരനാശാൻ പറയുമല്ലോ, കുയിലുകൾ പാടി കുഹു കുഹു നിനാദം. ആ പ്രയോഗം കണ്ടോ? കുഹു കുഹു നിനാദം. ഇതെല്ലാം ഭഗവാന്റെ ശബ്ദമായിട്ട് നമുക്ക് തോന്നണം. അതാണ് വചനമീശ ശകുന്ത പങ്ക്തി. ഭഗവാന്റെ വാക്കുകളൊക്കെ എന്തുണ്ടല്ലോ, പറവകളുടെ സമൂഹമാണ്. സിദ്ധാദയ സ്വരഗണ. സ്വരഗണങ്ങളുണ്ടല്ലോ, സപ്തസ്വരങ്ങൾ, സരിഗമപധനിസ. അതെല്ലാം എന്താണ്? സിദ്ധാദയന്മാരാണ്. അത് ഈ സംഗീതത്തിന് മാത്രമല്ല, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വരെ ഈ സപ്തസ്വരങ്ങളാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അതായത് പരമശിവൻ ആണല്ലോ ഇതിങ്ങനെ ഇത് കൊട്ടിക്കൊടുത്തത്. അതുകൊണ്ടാണല്ലോ ഈ വ്യാകരണങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതാണ് സിദ്ധാദയ. സിദ്ധന്മാരെല്ലാം സ്വരഗണങ്ങളാണ്, മൂലസ്വരങ്ങൾ, സരിഗമപധനിസ. അതാണെന്ന് പറയാണ്. മുഖരന്ധ്രം അഗ്നി. ഇനി വായ്. മുഖരന്ധ്രം എന്ന് വെച്ചാൽ വായ്, അത് അഗ്നിയാണ്. അഗ്നിയാണ്. തീ. വാക്ക് വളരെ സൂക്ഷിക്കണം. നമ്മൾ വാക്കൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് അഗ്നിയാണ്. ആളുകളെ നശിപ്പിക്കാനും അത് മതി, അല്ലേ? അഗ്നി ഉപയോഗമുണ്ട്. നല്ല ഉപയോഗത്തിനും വാക്ക് ഉപയോഗിക്കാം, അല്ലാതെ നാശത്തിനും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് വചനം, ഭഗവാന്റെ മുഖരന്ധ്രമാണ് അഗ്നി. വായ് അഗ്നിയാണെന്ന് പറയുകയാണ്. ദേവാഭുജ. ദേവന്മാര് കൈകളാണ്. ഭഗവാന്റെ കൈ എല്ലാം ദേവന്മാരാണ്. ദേവാഭുജ. സ്തനയുഗം ധവ ധർമ്മദേവ. ദേവന്മാരെല്ലാം കൈകളാണെന്ന് പറഞ്ഞിട്ട് ഇനി ധർമ്മദേവൻ എന്നൊരാളുണ്ട്. കാലന്റെ ഒരു ഭാവമാണല്ലോ ഈ ധർമ്മം. ധർമ്മം പരിപാലിക്കുന്നത് കാലന്റെ ഒരിതല്ലേ. നമ്മളിവിടെ ധർമ്മം അധർമ്മം ഒക്കെ വരുമ്പം കാലനാണ് ഇടപെട്ട് അതൊക്കെ പരിഹരിക്കുന്ന അങ്ങനെയുള്ളൊരു ദേവന്റെ ഒരു ഭാവം കാലനുള്ളത് കൊണ്ട് ധർമ്മദേവൻ. അതെടുക്കേണ്ട, ധർമ്മം അനുശാസിക്കുന്ന ദേവൻ. ആ ധർമ്മദേവൻ എന്താണ്? സ്തനയുഗം. അങ്ങയുടെ സ്തനങ്ങള്, 2 സ്തനവും ഉണ്ടല്ലോ വിരാട് പുരുഷന്. അത് എന്താണ്? ധർമ്മദേവനായിട്ട് പറയുകയാണ്, അല്ലേ? നമ്മളെ പോറ്റുന്ന സ്തനം, അമ്മയുടെ ആ മാതൃ വാത്സല്യമൊക്കെ ഉണ്ട് ഈ ധർമ്മത്തെ പോറ്റുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് സ്തനം ധവ ധർമ്മദേവ എന്ന് പറയുന്നത്. മായാവിലാസകസിതം. ഭഗവാന്റെ വിലാസ പൂപ്പുഞ്ചിരിയാണ് മായ. അതുപോലെ കാറ്റെന്ന് പറയുന്നത് സമീരൻ, കാറ്റ് ഭഗവാന്റെ ശ്വസിതം, ശ്വാസോച്ഛ്വാസം. ജിഹ്വാ ജലം. ജിഹ്വ എന്ന് വെച്ചാൽ നാവ്, നാവ് ജലമാണ്. അതുപോലെ വചനമീശ ശകുന്ത പങ്ക്തി. അല്ലെ ഈശ, ഈശ എന്ന് മാറ്റണം. ഈശ വചനം, തവ വചനം ശകുന്ത പങ്ക്തി. ശകുന്തം പക്ഷി, പറവ, അത് പങ്ക്തിക്കൂട്ടം, പറവക്കൂട്ടമാണ് അങ്ങയുടെ വചനങ്ങൾ. സിദ്ധാദയ സ്വരഗണ. സിദ്ധാദയം,
സിദ്ധാതയന്മാർ എന്ന് കഴിഞ്ഞാൽ മുതലായവർ, സിദ്ധന്മാർ മുതലായിട്ടുള്ളവർ അങ്ങയുടെ സ്വരഗണങ്ങളാണ്, അങ്ങയുടെ വാക്കുകൾ, ആ സ്വരങ്ങൾ, മൂലസ്വരം, അതൊക്കെ ആണ് സിദ്ധാതയന്മാർ. മുഖരന്ധ്രം അഗ്നി, മുഖരന്ധ്രം, വായ് അഗ്നിക്ക് തുല്യമാണ്. അഗ്നി, പുറമെയുള്ള അഗ്നി അങ്ങയുടെ വായാണ്. ദേവാഭുജ സ്തനയുഗം ധവ ധർമ്മദേവ. ഇതാണ് ആ ശ്ലോകം. മായാവിലാസകസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപങ്ക്തി സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നി ദേവാഭുജ സ്തനയുഗം ധവ ധർമ്മദേവ. 7ാമത്തെ ശ്ലോകം. പൃഷ്ട്വന്ധധർമ്മൈഹ ദേവ മനഃസുധാംശു അവിയക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതി അസൗ വൃഷണൗ ച മിത്ര. വീണ്ടും ഓരോ ഭാഗങ്ങൾ പറയുന്നതേ ഉള്ളൂ. പൃഷ്ടം തു അധർമ്മ, 3 വാക്കാണ്. പൃഷ്ടം തു അധർമ്മ. പൃഷ്ട്വന്തധർമ്മൈഹ ദേവ മനഃസുധാംശു അവിയക്തമേവ, അവ്യക്തം ഏവ ഹൃദയാംബുജം, ഹൃദയാംബുജം അംബുജാക്ഷ, ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ, കുക്ഷി സമുദ്രനിവഹ വസനം തു സന്ധ്യേ, വസനം തു സന്ധ്യേ ശേഭ പ്രജാപതി, ശേഭം പ്രജാപതി അസൗ വൃഷണൗ ച മിത്ര, മിത്രൻ, വൃഷണം. പൃഷ്ടം, പൃഷ്ടം എന്ന് വെച്ചാൽ ഭഗവാന്റെ പുറം ഭാഗം. വിരാട് പുരുഷനാവുമ്പോ നമുക്ക് പുറഭാഗമൊക്കെ ഉണ്ടല്ലോ. പുറം ഭാഗം എന്താണ്? അധർമ്മമാണ്. പുറം അധർമ്മാവുന്നതിന് കുഴപ്പമില്ല അല്ലേ? അധർമ്മം നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്, അധർമ്മങ്ങൾ. അതെല്ലാം ഭഗവാന്റെ പുറമാണ് അല്ലേ? പുറം ഭാഗം. അതാണ് പൃഷ്ടന്തു, പുറം ഭാഗമാകട്ടെ, എന്ന് വെച്ചാൽ ആകട്ടെ. പൃഷ്ടന്തു അധർമ്മ ഇഹ, എന്ന് വെച്ചാൽ ഈ വിശ്വരൂപനിൽ, ഈ വിശ്വരൂപനിൽ അങ്ങയുടെ പുറം ഭാഗം എന്താണ്? അധർമ്മമാണ് ലയോ ദേവ. മനഃസുധാംശു, മനസ്സാകട്ടെ സുധാംശു ആണ്. സുധാംശു ആരാണ്? ചന്ദ്രൻ. ചന്ദ്രനാണ് സുധാംശു. അമൃത കിരണൻ എന്ന് പറയുമല്ലോ. സുധ എന്ന് വെച്ചാൽ അമൃതമാണ്. അന്നേരം മനഃസുധാംശു, അത് പുരുഷ സൂക്തത്തിലും അങ്ങനെ പറയുന്നുണ്ട്. ചന്ദ്രാമ മന എന്ന് പറയുന്നത്, ചന്ദ്രനെ മനസ്സായിട്ട് സങ്കല്പിക്കും. മനഃസുധാംശു, വിശ്വരൂപന്റെ മനസ്സാണ് ചന്ദ്രൻ. കണ്ണാണ് സൂര്യൻ എന്ന് പറഞ്ഞ് അല്ലേ? 2 പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ടേ. മനഃസുധാംശു, സുധാംശു അതായത് അമൃത കിരണമായിരിക്കുന്നവൻ. അംശു എന്ന് വെച്ചാൽ കിരണം. അമൃത കിരണൻ ചന്ദ്രന്റെ പര്യായമാണ്. ചന്ദ്രനിൽ നിന്ന് വരുന്ന തണുത്ത രശ്മിയാണല്ലേ. സൂര്യൻ്റെത് ചൂടും ചന്ദ്രന്റെ തണുപ്പുമാണ്. അതുകൊണ്ടാണ് സുധാംശു എന്ന് ചന്ദ്രന് പര്യായം വന്നത്. അവ്യക്തമേവ ഹൃദയാംബുജം, അവ്യക്തമുണ്ട്. വ്യക്തം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമല്ല. എന്താണ് ഈ വ്യക്തമല്ലാത്തത്? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ആദ്യ സൃഷ്ടി അങ്ങോട്ട് തുടങ്ങുമ്പോൾ, ഈ മായ സ്പന്ദിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അവ്യക്തമാ ഉണ്ടാകുന്നത്. അവ്യക്തം തൊട്ട് ഇങ്ങോട്ടെല്ലാം ജഡമാ. ക്ഷേത്രഭാവത്തെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം ഇങ്ങനെ ജഡഭാവം, സൃഷ്ടി പ്രകൃതി പരിണമിക്കുന്നതാണ്. ആദ്യം അവ്യക്തമാവും. ഭഗവത്ഗീത എന്ന് പറയില്ലേ, അവ്യക്താവ്യക്തയ സർവ പ്രഭവന്തി അഹരാഗമേ. ഗീത പറയും. അതായത് അവ്യക്താത് വ്യക്തയ സർവ പ്രഭവന്തി. ഈ അവ്യക്തത്തിൽ നിന്നാണ് ഈ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഘടകങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും പിന്നെ ദേഹാഭിമാനികളായിട്ടുള്ളതെല്ലാം ഇങ്ങനെ ഉണ്ടായി വരും. അതാണ് അവ്യക്താത് വ്യക്തയ സർവ പ്രഭവന്തി അഹരാഗമേ. അതായത് ബ്രഹ്മാവിന്റെ രാത്രിയും പകലുമാണല്ലോ ഈ ഓരോന്നും മാറുന്നത്. പകൽ വരുമ്പോൾ ഇതെല്ലാം പൊങ്ങി വരും, രാത്രിയാകുമ്പോൾ, അതായത് ബ്രഹ്മാവിന്റെ കാലം എന്ന് വെച്ചാൽ വളരെ കുറേ നീണ്ടു അല്ലേ. അതൊരു പകല് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രളയമായി. ഈ സൃഷ്ടിച്ച എല്ലാം വീണ്ടും പോയി അതിൽ ലയിക്കും, വീണ്ടും അത് ഉണർന്നു വരും. അതാണ് അഹരാഗമേ എന്ന് പറയുന്നത്. പകല് വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഈ അവ്യക്തത്തിൽ നിന്ന് ഉറങ്ങുമ്പോൾ നമുക്കൊരു അവ്യക്താവസ്ഥ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ രാത്രി ഉറക്കാൻ കിടക്കുമ്പോൾ നമ്മൾ എന്താണ്, ഒരു അവ്യക്താവസ്ഥയാ, ഒന്നും അറിയുന്നില്ല. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം വ്യക്തമാകുന്നു അല്ലേ? അതാണ് നമ്മുടെ ഈ ശരീരം പോലെ തന്നെയാണ് വിശ്വരൂപനിൽ ഈ പ്രപഞ്ചവും നിൽക്കുന്നത്. അതാണ് അവ്യക്താത് വ്യക്തയ സർവാ പ്രഭവന്തി എന്ന് ഭഗവത്ഗീത പറയുന്നത്. ആ അവ്യക്തം എന്ന് പറയുന്നത് എന്താണ്? ഹൃദയാംബുജം അല്ലേ? സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര എന്നും പറയത്തില്ലേ?
ഈ പ്രപഞ്ചത്തെ ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് അവ്യക്തം. സങ്കല്പം എന്താണെന്ന് നമുക്ക് വ്യക്തമുണ്ട്. നമ്മുടെ ഉള്ളിൽ സങ്കല്പ രൂപേണ ഇരിക്കുന്നതാണ് അവ്യക്തം. അതിങ്ങനെ പുറത്തു വരുമ്പോഴാണ് നമുക്കത് ഒരു വ്യക്തമായി വരുന്നത്. ഒരു ചിത്രകാരൻ പടം വരയ്ക്കുമ്പോഴേ ഉള്ളിലൊരു ചിത്രമുണ്ട്, അത് നമുക്ക് അവ്യക്തമായിട്ടിരിക്കും. പക്ഷെ അത് പുറത്തൊരു പേപ്പർ വരച്ചു വരുമ്പോൾ അത് വ്യക്തമാകും. ഒരു അവ്യക്താത് വ്യക്തം എന്നുള്ള രീതി വരും. അതാണ് ഇവിടെയും അവ്യക്തമേവ ഹൃദയാംബുജം. ഭഗവാന്റെ മനസ്സ് അംബുജം താമര, ആ താമര പോലെ ഹൃദയപത്മം. ആ ഹൃദയപത്മമാണ് ഈ സങ്കല്പ കേന്ദ്രം, അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആ സൃഷ്ടി പ്രക്രിയ പറയുന്ന അവ്യക്തത്തിലും അത് പറഞ്ഞാൽ മതി. അതിൽ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടാകുന്നത് എല്ലാം. അതുകൊണ്ട് അവ്യക്തം ഏവ തന്നെ, അവ്യക്തം തന്നെയാണ് ഭഗവാന്റെ ഹൃദയാംബുജം, ഹൃദയപത്മം. അംബുജാക്ഷ, പക്ഷി, കണ്ണ്, അതാണ് താമര പോലെ അല്ലേ. പങ്കജലോചനൻ എന്നൊക്കെ നമ്മൾ ഭഗവാനെ വിളിക്കില്ലേ, അതൊക്കെ ഓമനത്വം കൊണ്ട് വിളിക്കുന്നതും ആ മനോഹാരിതയൊക്കെ പറയാൻ വേണ്ടിയാണ് അംബുജാക്ഷ എന്നൊക്കെ ഭഗവാനെ വിളിക്കുന്നതേ. പൃഷ്ട്വന്ധധർമ്മയിഹദേവ മനസ്സുധാംശു അവ്യക്തമേവ സുധാംശു. ആ വിസർഗം വരുമെന്ന് പറഞ്ഞല്ലോ, രാ വരുന്നതൊക്കെ അങ്ങനെയാണ്. അംശു അവ്യക്തം, അംശുഹു അവ്യക്തം ചെല്ലുമ്പോൾ അംശുരവ്യക്തം. രാ നമുക്കറിയാതെ തന്നെ അങ്ങ് വന്നു പോകും ചൊല്ലുമ്പം. അതുകൊണ്ടാണ് ഇവിടെ രാ ഇട്ടിരിക്കുന്നത്. രവ്യക്തം വാക്കെടുക്കുമ്പം അംശുഹു, പിന്നെ അവ്യക്തം നിർത്തോളണം. പൃഷ്ട്വന്ധധർമ്മയിഹദേവ മനസ്സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ. അല്ലയോ അംബുജാക്ഷ, ഈ അവ്യക്തം അങ്ങയുടെ ഹൃദയപത്മമാണല്ലോ. കുക്ഷി സമുദ്രനിവഹ. കുക്ഷി എന്ന് വെച്ചാൽ വയറ്, ഉദരം. ഈ വിശ്വരൂപന്റെ ഉദരം ഉണ്ടല്ലോ, അത് സമുദ്രനിവഹ. സമുദ്രനിവഹം, നിവഹം എന്ന് വെച്ചാൽ സമൂഹം, പങ്ക്തി എന്നൊക്കെ നേരത്തെ പറഞ്ഞ കൂട്ടം. ആ ഈ സമുദ്രങ്ങളെല്ലാം, ഒരു സമുദ്രം നമ്മൾ പോയി കടൽ കാണാൻ പോകുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഭഗവാന്റെ ഉദരമാണല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ അറിയാതെ വരും. ഇതൊക്കെ സാമാന്യ ബുദ്ധികൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണെന്നേ. ഒരു ലെവല് കഴിഞ്ഞാൽ പിന്നെ വിരാട് രൂപസങ്കല്പമൊന്നും വേണ്ട. ഇല്ല, നേരത്തെ പറഞ്ഞ ഈശാവാസ്യമിതം സർവം മാത്രം മതി അല്ലേ. അത് വരാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ഓരോ പ്രപഞ്ചഘടകങ്ങളും കാണുമ്പോൾ ഇത് ഈശ്വര ഭാഗമാണെന്ന് നമ്മൾ ഉൾക്കൊണ്ടു വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിശാലതയും ഒരു ഹൃദയ നൈർമല്യമൊക്കെ ഉണ്ടാവത്തില്ലേ. ഇതിനെന്തിനോട് നമുക്കൊരു എന്താണ്, ഒരു രാഗദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാവും? ഒന്നും വരില്ല. കാരണം എല്ലാം ഭഗവാന്റെ ഭാഗങ്ങൾ എന്ന രീതിയിൽ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. എന്ത് കണ്ടാലും നാരായണ രൂപം. യാതൊന്നു കേൾപ്പതതു നാരായണ അർച്ചനകൾ. യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ആ ഒരു യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ അല്ലേ. ആ രീതി എന്ത് ചെയ്താലും അത് ഭഗവാന്റെ അർച്ചന, എന്ത് കേട്ടാലും അത് ഭഗവാന്റെ, എല്ലാം ഭഗവത് മയമായിട്ട് അങ്ങ് മാറും ഇല്ലേ. ഭഗവത്ഗീതയൊക്കെ അത് എടുത്തു പറയും. നമ്മളുടെ എല്ലാ പ്രവൃത്തികളും യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഭഗവാൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അതാണ്. എന്തും യത് കരോഷി, നീ നിന്റെ ജീവിതയാത്രയിൽ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും, അവിടെ പല പല വൃത്തികളിൽ ഏർപ്പെടുമല്ലോ അല്ലെ. ഓരോരുത്തരും അവരവരുടെ വാസനാഗുണവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് പല പല ജോലികളിൽ വരും. അതൊക്കെ നമുക്ക് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാമല്ലോ. അതാണ് യത് കരോഷി, ഏതൊക്കെയാണോ നീ ചെയ്യുന്നത്. യത് അശ്നാസി, നമ്മൾ സാഹചര്യം അനുസരിച്ച് പല ഭക്ഷണങ്ങളും ഒക്കെ കഴിയും അല്ലേ, കഴിക്കേണ്ടിയൊക്കെ വരുമല്ലോ. അതെല്ലാം ഭഗവത് അർപ്പണമായിട്ട് അങ്ങ് ചെയ്യണം. യത് അശ്നാസി യത് ജുഹോഷി, എന്ത് ഹോമം യാഗം ഏത് ചെയ്താലും യത് ജുഹോഷി. പിന്നെന്താണ് യത് തപസ്യസ്യ കൗന്ദേയ, തപസ് ചെയ്യുന്നതും, തപസ്സിനൊക്കെ പോവല്ലോ പലരും ഒക്കെ, അതെല്ലാം തത് കുരുഷ്വ, അതെല്ലാം നീ ചെയ്യുക. മദർപ്പണം, എൻ്റെ അർപ്പണമായിട്ട് ചെയ്യാൻ നിനക്ക് കഴിയണം. ആ ഒരു ഭാവന വരണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ വിരാട് രൂപമായിട്ട് സങ്കല്പിച്ചേ പറ്റൂ. നമ്മൾ ഈ വിരാട് രൂപത്തിലാണല്ലോ എല്ലാം നമ്മുടെ ക്രിയകളെല്ലാം നടക്കുന്നത്, നമ്മളും അതിൻ്റെ ഒരു ഭാഗമല്ലേ. അന്നേരം അതെല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഈ വർണ്ണന. എന്ത് കണ്ടാലും നമ്മളത് ഭഗവാന്റേതായിട്ട്, ഒരു ശബ്ദം കേട്ടാൽ പറവകൾ ചിലയ്ക്കുന്ന കേൾക്കുമ്പോഴും ആ ഭഗവാന്റെ ശബ്ദം എന്ന് അറിയാതെ നമ്മുടെ മനസ്സിലങ്ങ് വന്നു പോവും അല്ലേ. അതിനോടെ ഒന്ന് നമിക്കണം അല്ലേ. ഒന്നാരം പറയുന്നത് എന്താണ്? കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. നമ്മളൊക്കെ വലിയ വലിയ ആരാധ്യരെ കാണുമ്പോൾ, ഇപ്പൊ മന്ത്രിമാരൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം ഒന്ന് തൊഴും, അല്ലെങ്കിൽ ഈ കോവിലിൽ പോയി ഭഗവാനെ കാണുമ്പോൾ ഒന്ന് തൊഴും. പക്ഷെ അതല്ല, കാണാകുന്ന ചരാചര ജീവിയെ, ഏത് ചരാചരങ്ങളും, ഒരു വൃക്ഷം കണ്ടാലും നമ്മളൊന്ന് നമിച്ചേക്കണം. അത് ഭഗവാന്റേതാണ്, ഭഗവാനാണ് അതിൻ്റെ അല്ലേ. ആ ഭഗവത് സാന്നിധ്യം അതിലുള്ളത് കൊണ്ടാണ് അത് ഈ വളരുന്നതെന്ന് കാണാനായിട്ട് വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഒരു വിത്തങ്ങോട്ട് അതിനകത്ത് ഇടുമ്പോൾ അത് മുളച്ചിങ്ങനെ വന്ന് വലിയ വൻവൃക്ഷമായിട്ടൊക്കെ മാറുന്നത് ഏത് ചൈതന്യം കൊണ്ടാണ്?
നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഈ ചൈതന്യം ഒന്ന് മാറിയാൽ പിന്നെ നമ്മൾ എന്തായി? വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ശൂന്യാൽ ശൂന്യമായി മാറി. അതായത് ആ ചൈതന്യം ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് ശിവം. നമ്മൾ ആ ശിവത്തെ ഒന്ന് എടുത്ത് മാറ്റിയാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ശിവം മാറിയാൽ പിന്നെ അതെന്തായി എന്നുള്ളത് നമുക്കറിയാം, ശവമായി മാറും. പിന്നെ അത് നമുക്ക് വെച്ചേക്കാൻ പോലും പറ്റില്ല. വെച്ചേക്കാൻ പറ്റുമോ? ആ ചൈതന്യമാണ് ഈ കാണുന്നതെല്ലാം എന്ന് നമ്മൾ ധരിച്ചോളണം. അതിനാണ് വിരാട് രൂപ സങ്കല്പം പറയുന്നതേ. പൃഷ്ഠന്തധർമ്മൈഹ ദേവ മനസ്സുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ. ഈ സമുദ്രങ്ങളെല്ലാം 7 സമുദ്രങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം ഭഗവാന്റെ കുക്ഷി, വയർ, ഉദരമാണ്. വസനം തു സന്ധ്യേ. ആ, നല്ലൊരു പറ. സന്ധ്യ എന്ന് വെച്ചാൽ 2 സന്ധ്യ ഉണ്ട്. പ്രാതസന്ധ്യ, സന്ധ്യകൾ ഇല്ലേ? ആ വൈകുന്നേരത്തെ സന്ധ്യയുണ്ട്, പിന്നെ രാവിലെ. ഇത് ഭഗവാന്റെ വസനമാണ്, വസ്ത്രം. നല്ല മനോഹരമായിട്ട് ഭഗവാൻ അങ്ങനെ ഉടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ആ സന്ധ്യയുടെ ആ മനോഹാരിത കാണുമ്പോൾ അത് ഭഗവാന്റെ വസ്ത്രമാണെന്നൊന്ന് ഭാവന ചെയ്താൽ എന്ത് ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് വസനം തു സന്ധ്യ, സന്ധ്യേ എന്ന് പറയുന്ന സന്ധ്യകളാണ് ഭഗവാന്റെ വസനം. ശേഭ പ്രജാപതി. ശേഭം എന്ന് പറയുന്നത് ജനനേന്ദ്രിയം, അതായത് ഉൽപാദനത്തിന് ഉണ്ടല്ലോ, അത് ആണ് ശേഭം. അത് പ്രജാപതിയാണ്, ബ്രഹ്മാവ് എന്ന് പറയുകയാണ്. ശേഭ പ്രജാപതിർ അസൗ വൃഷണൗച മിത്ര. വൃഷണം അതായത് ബീജം, ഇതുണ്ടല്ലോ വൃഷണങ്ങൾ, അത് മിത്രനാണ്, വേറൊരു ദേവനാണ്. അതും ഒരു സങ്കല്പമാണ്. ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിൽ ആവശ്യമുള്ളതല്ലേ, അതെല്ലാം ഭഗവാന്റേത് തന്നെ. അതാണ് ശേഭ പ്രജാപതി. അസൗ, അസൗ എന്ന് വെച്ചാൽ ഈ വൃഷണങ്ങളുണ്ടല്ലോ, അത് മിത്രദേവനാണ്, അല്ലെങ്കിൽ ഈ മിത്രൻ വൃഷണങ്ങളാണെന്ന് എടുക്കുക. അസൗ മിത്ര വൃഷണങ്ങൾ, വൃഷണം അർത്ഥത്തിലെടുക്കുക. അന്നേരം എല്ലാം ഉണ്ട് ഭഗവാനിൽ. അതാണ് പറയുക. പൃഷ്ഠന്ധർമ്മൈഹ ദേവ മനസ്സുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ. കുക്ഷി സമുദ്രനിവഹ വസനം തു സന്ധ്യേ. വസനം തു സന്ധ്യേ. ശേഭ പ്രജാപതി. പ്രജാപതി ബ്രഹ്മാവ്, ശേഭം ജനനേന്ദ്രിയം. അതുപോലെ തന്നെ വൃഷണൗച മിത്ര. മിത്രനാണ് വൃഷണങ്ങൾ. അതിന്റെ ബീജമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വൃഷണമുണ്ടല്ലോ, അത് മിത്രനാണ്. അതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം. ഇതൊക്കെ ചൊല്ലാനായിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. നമ്മുടെ ഈ ക്ലാസിന്റെ ഉദ്ദേശം തന്നെ അന്ന് തുടക്കത്തിൽ സാറ് പറഞ്ഞായിരുന്നല്ലോ. അതായത് ഇത് വ്യക്തമായിട്ട് നാരായണീയം ചൊല്ലണം. പലരും ഇത് നല്ല ഈണത്തിലുമൊക്കെ ചൊല്ലും, കേൾക്കാൻ നല്ല സുഖം. പക്ഷെ അതിനപ്പുറത്ത് ഇതിന്റെ ആ ഒരു അർത്ഥം, ഇപ്പൊ നമ്മൾ വിശ്വരൂപനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഏത് രീതിയിലൊക്കെ നമ്മൾ മാറി. ഈ നാരായണീയത്തിന്റെ ഒരു മഹാത്മ്യം ഭാഗവതത്തിനെ സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. ഭാഗവതത്തിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇതെല്ലാം പറയുന്നുണ്ട്. എല്ലാം ഭാഗവതത്തിൽ ഉണ്ട്. ഭാഗവതം മാത്രമല്ല, ഭട്ടതിരി പല പുരാണങ്ങളിൽ നിന്നും എടുത്ത് നാരായണീയത്തിൽ കുറേയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ തന്നെയും എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, എല്ലാം ഈശ്വരമയമായി കാണുക, അല്ലേ? ആ ഒരു ഭാവന നമ്മളിൽ ഉണ്ടാക്കുക, അതിനുള്ള ഭക്തി ഉണ്ടാക്കുക. പൃഷ്ഠന്ധർമ്മൈഹ ദേവ മനസ്സുധാംശുരവിയക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര. മിത്ര എന്നൊരു ദേവനാണ്. 8ാമത്തെ ശ്ലോകം ഇനിയും കൊണ്ടുവരികയാണ്. വിശ്വരൂപനിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടോ അതെല്ലാം ഇനി ഓരോന്ന് പറ്റുന്നതൊക്കെ പറയുക. ശ്രോണിസ്ഥലം മൃഗഗണ പതയോർനകാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖ ഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം കരുണാംബുദേതേ. കരുണാംബുദേതേ ഭഗവാന്റെ വിശേഷണമാണേ, കരുണാംബുതി, കരുണാസമുദ്രം. ശ്രോണിസ്ഥലം മൃഗഗണ. ശ്രോണിസ്ഥലം മൃഗഗണ പതയോർനഖ. പതയോർനഖ. പതയോർനഖ തേ. 3 വാക്കുകളാണ്. പതയോർനഖാസ്തേ തേ ഹസ്തി ഉഷ്ട്ര സൈന്ധവ മുഖ. ഹസ്തി ഉഷ്ട്രം സൈന്ധവം 3 മൃഗങ്ങളുടെ പേരുകളാണ്. ഹസ്തി ഉഷ്ട്രം സൈന്ധവ മുഖ തുടങ്ങിയവ. ഗമനം തു കാല. ഗമനം തു, ഗമനം തു ആകട്ടെ. ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം. വിപ്രാതിവർണഭവനം വദനാബ്ജ. വദനാബ്ജ ബാഹു ചാരൂരു യുഗ്മചരണം കരുണാംബുദേതേ.
കരുണാംബുദേ തേ, തേ അങ്ങയുടെ ആണെന്ന് പറയുകയാണ്. തേ അങ്ങയുടെ എന്താണ്? ശ്രോണിസ്ഥലം, തേ ശ്രോണിസ്ഥലം. അങ്ങയുടെ ശ്രോണിസ്ഥലം എന്ന് പറയുന്നത് അരക്കെട്ടിന്റെ പിൻഭാഗമാണ് ഈ ശ്രോണി എന്ന് പറയുന്നത്. മൊത്തം അരക്കെട്ടിന് നമ്മൾ ജഗനം എന്ന് പറഞ്ഞല്ലോ, ലോകത്തിൽ ഉൾപ്പെടുത്തി. പക്ഷെ ഇവിടെ പിൻഭാഗം ജഗനം, അതാണ് ശ്രോണിസ്ഥലം. അരക്കെട്ടിന്റെ പിൻഭാഗം മൃഗഗണ. ഇവിടെ മൃഗഗണ എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ സമൂഹം എന്ന് എടുക്കാം. പക്ഷെ ഇവിടെ നേരത്തെ ഇനി ഹസ്തി ഉഷ്ട്ര സൈന്ധവം പറയുന്നതുകൊണ്ട് അതും മൃഗങ്ങളാണല്ലോ. അതുകൊണ്ട് ഇവിടെ മാനായിട്ട് എടുത്താൽ മതി. അതായത് പിൻഭാഗത്തിന്റെ ഒരു ഭംഗി, മാനിന്റെ ഒരു ഭംഗി, അതിന്റെ ഒരു മൃദുത്വം ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് മൃഗത്തിനെ അവിടെ നമ്മൾ മാനായിട്ട് എടുത്താൽ മതി. മൃഗഗണ അല്ലെങ്കിൽ മൃഗസമൂഹം ഏതായാലും പറയാം. അത് ശ്രോണിസ്ഥലമാണ്. ഭഗവാന്റെ അരക്കെട്ടിന്റെ പിൻഭാഗം ശ്രോണിസ്ഥലമാണ്. അത് മൃഗഗണങ്ങളാണ്. പദയോർ നഖ, പാദങ്ങളിലുള്ള നഖം. അതാണ് പദയോർ നഖ എന്ന് എടുക്കണം. പാദങ്ങളിലുള്ള നഖങ്ങളുണ്ടല്ലോ. ഭഗവാനും നമ്മളെ പോലെ നഖങ്ങളൊക്കെ ഉണ്ട് ഈ വിശ്വരൂപന്. അതെങ്ങനെയാണ്? തേ അങ്ങയുടെ ഹസ്തി ഉഷ്ട്രം. ഹസ്തി എന്ന് വെച്ചാൽ ആന. ഹസ്തി ആനയാണ്. ഹസ്തീന്ദ്രൻ എന്നൊക്കെ ആന അല്ലേ? ആന. ഉഷ്ട്രം പുതിയ വാക്കാണ്. ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്. നമ്മൾ ഒട്ടകം ഒരു ഉഷ്ട്രം സംസ്കൃതത്തിൽ പറയുന്നതേ ഉള്ളൂ. ഹസ്തി ഉഷ്ട്രം, ഉഷ്ട്രം. ഹസ്തി ഉഷ്ട്ര സൈന്ധവം. സൈന്ധവം കുതിരയാണ്. കുതിരയുടെ പര്യായമാണ് സൈന്ധവ. അതിന് നാരായണത്തിലും പെട്ട ഒരു നല്ല ബലിതം പറയും ഈ സൈന്ധവം വെച്ചുകൊണ്ട്. ഹസ്തി ഉഷ്ട്ര സൈന്ധവമുഖ, അതായത് ആന, ഒട്ടകം, പിന്നെ ഈ കാണുന്ന കുതിരകൾ മുതലായത്. അത് എന്താണ്? ഈ പറഞ്ഞ പദയോർ നഖ, അങ്ങയുടെ പാദങ്ങളിലെ നഖങ്ങളാണ്. അതൊക്കെ ഈ മൃഗങ്ങൾക്ക് ഈ നഖത്തിനൊക്കെ ഉള്ള ആക്രമണശീലമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർത്തതിന്റെ പറഞ്ഞതേ ഉള്ളൂ. അതാണ് പദയോർ നഖാസ്തേ, അങ്ങയുടെ പാദനഖങ്ങളുണ്ടല്ലോ, പാദത്തിലുള്ള നഖങ്ങൾ. ഹസ്തി ഉഷ്ട്ര സൈന്ധവമുഖ, ആന, ഒട്ടകം, കുതിര മുതലായിട്ടുള്ളവയാണ്. ഗമനന്തു കാല, ഈ വിരാട് പുരുഷനൊക്കെ ഒന്ന് നടന്ന് സഞ്ചരം. ഗമനം എന്ന് വെച്ചാൽ സഞ്ചാരം. ഇതൊന്ന് സഞ്ചരിക്കുന്നതാണ് ഈ കാലം. കാലം ചലനമാണല്ലോ. അതായത് ഇതിന്റെ സഞ്ചാരമാണ് കാലം എന്ന് പറയുകയാണ്. കാലത്തിന്റെ ആ മൂവ്മെന്റ്, കാലവും ചലിക്കും, ഭഗവാന്റെ ചലനം, വിരാട് പുരുഷന്റെ ചലനമാണ് കാലം. ഇനി വിപ്രാതി വർണ്ണഭവനം. വിപ്രാതി വർണ്ണഭവനം, ഇത് വളരെയധികം വിമർശനം ഉണ്ടായിട്ടുള്ളതാണ്. നാരായണത്തിലെ വിമർശനമല്ല, പൊതുവെ നമ്മൾ പുരുഷ സൂക്തത്തെ ഇങ്ങനെ ഓരോ വിശ്വരൂപൻ വിരാട് പുരുഷന്റെ ഓരോ അവയവങ്ങളിൽ നിന്നാണ് ഈ വർണ്ണം ഉണ്ടായെന്നൊക്കെ, ജാതിയെല്ലാം വന്നതൊക്കെ അതിൽ നിന്നാണേ, ഇതിനൊക്കെ ഉള്ളതാണ്. അത് പുരുഷ സൂക്തത്തിലെ വളരെ വിവാദമായ ഒരു ശ്ലോകത്തിൻ്റെതാണ് ഇവിടെയും പറയുന്നത്. വിപ്രാതി വർണ്ണഭവനം. വിപ്രൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ തുടങ്ങിയ, അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വർണ്ണങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. ജാതിയും വർണ്ണവുമായിട്ട് ഒരു സാമ്യവും ഇല്ല. അത് പിന്നീടുണ്ടായ ഇതിൽ നിന്ന് വന്ന ഒരു ദുരാചാരമാണ് ഈ ജാതി വ്യവസ്ഥ. വർണ്ണം എന്ന് പറയുമ്പോൾ അതിന് സ്വഭാവം, ഓരോ മനുഷ്യർക്കും വർണ്ണങ്ങളുണ്ട്. ഇപ്പൊ ഈ ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ അത് അറിവിന്റെ ഒരു ഭാവമാണ്. അത് ബ്രാഹ്മണർക്ക് ജാതി വ്യവസ്ഥ വന്നപ്പോഴാണ്, അല്ലെങ്കിൽ ക്ഷത്രിയ അങ്ങനെ വരുമ്പോഴാണ് ഈ ജാതി വരുന്നത്. അത് ജാതിയുമായിട്ട് ബന്ധമില്ല. ഏത് മനുഷ്യരെ എടുത്താലും ഈ രീതിയിൽ നമുക്ക് തിരിക്കാം. അതാണ് വർണ്ണം. വർണ്ണം എന്ന് വെച്ചാൽ നിറമെന്നേ ഉള്ളൂ. ഒരു മനുഷ്യരിൽ തന്നെ എത്രയോ നിറങ്ങളുണ്ട്. ഇപ്പം ഒരു ജാതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ എത്രയോ വർണ്ണമുള്ള ആൾക്കാരുണ്ട്. ചിലർ സയന്റിസ്റ്റുകളാവും, ചിലർ കവികളാവും, ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കൾ. അവരുടെ വർണ്ണം വ്യത്യാസമാ. ആ ഒരു ഭാവന വെച്ചുകൊണ്ടാണ് അത് വിശ്വരൂപൻ്റെതായിട്ട് പറഞ്ഞത്. പക്ഷെ അത് പിന്നെ വേറെ ഏതോ രീതിയിലൊക്കെ ആയി. വിപ്രാതി വർണ്ണഭവനം. അങ്ങനെ ആ വിപ്രൻ തുടങ്ങിയ വർണ്ണഭവനം ഉണ്ടല്ലോ. ഭവനം എന്ന് വെച്ചാൽ അതിൻ്റെ വാസം. ഈ ബ്രാഹ്മണരുടെ, വൈശ്യരുടെ എന്ന് വെച്ചാൽ സ്വഭാവം ഒന്ന് എടുത്താൽ മതി. ബ്രാഹ്മണ്യം, ക്ഷത്രിയത്വം, വൈശ്യം, ആ ഭവനം, അതിൻ്റെ ആ ഗുണങ്ങളുടെ ഭവനം. വദനാബ്ജം. വദനാബ്ജം, വദനം മുഖം, അതായത് മുഖത്തുനിന്നാണല്ലോ ബ്രാഹ്മണൻ ഉണ്ടായി എന്നൊക്കെ പുരുഷ സൂക്തത്തിലും പറയുന്ന. അതാണ് ഈ പറയുന്നത്. വിപ്രൻ ഇവിടെ നിന്നുണ്ടായി, മുഖാബ്ജത്തിൽ നിന്നുണ്ടായി, തലയിൽ നിന്ന് മുഖാബ്ജം, മുഖത്ത് നിന്നുണ്ടായി. അബ്ജം താമരയാണ്. അബ്ജം. ബാഹുക്കളിൽ നിന്നാണ് ആരുണ്ടായത്? ക്ഷത്രിയനുണ്ടായത്. അതാണ് വിപ്രാതി എന്ന് പറഞ്ഞ. വിപ്രൻ ആദ്യം പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ക്ഷത്രിയൻ വരുമ്പോൾ ബാഹു, കൈകളിൽ നിന്ന്. അതിന് കൈകളിൽ നിന്നുണ്ടായെന്ന് പറയുന്നതിൻ്റെ ഭാവന എന്ന് പറഞ്ഞാൽ അവർ ശക്തി, കൈയാണല്ലോ പ്രവൃത്തിയുടെ ഒരിത്. അവരെ ക്ഷത്രിയന്മാർ രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ അവർ യോദ്ധാക്കളാണ്, അവർക്ക് ആ വീര്യമുണ്ട്. അത് ഈ വിരാട് പുരുഷനിലുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഈ കൈകളെ
പിന്നെ ക്ഷത്രിയത്വം കൊടുത്തത്. അല്ല കൈകളിൽ നിന്ന് ഒരാൾ ജനിക്കും എന്നൊക്കെയുള്ള മണ്ടത്തരമൊന്നും നമ്മുടെ ഋഷീശ്വരന്മാർ പറയില്ലല്ലോ. അവർ ഈ ഉദ്ദേശത്തിൽ പറഞ്ഞത് വേറെ രീതിയിൽ വിലക്ഷണമായിട്ട് വ്യാഖ്യാനിക്കുന്നതേ ഉള്ളൂ. അതാണ് വദനാബ്ജ ബാഹു ചാരൂരു യുഗ്മം. ചാരു എന്ന് വെച്ചാൽ മനോഹരം, മനോഹരമായ ഊരു എന്ന് വെച്ചാൽ തുട. അതായത് വിരാട് പുരുഷന്റെ തുടകളിൽ നിന്നാണ് വൈശ്യനുണ്ടായെന്ന് പറയും. വൈശ്യന്മാര് നല്ല ശക്തി, വൈശ്യന്മാരാകുമ്പോൾ അവർക്ക് കച്ചവടം മറ്റു കാര്യങ്ങളും കൃഷിയൊക്കെ ഇല്ലേ, ഇതിനൊക്കെ നല്ല ശക്തിയുള്ള ഭാഗം വേണം. അതാണ് ഊരു. അത് ഭഗവാന്റെ ഈ ചാരു ഊരു എന്ന് പറയും. അല്ലാഞ്ഞിട്ടാ ചാരു എന്നാ മനോഹരമെന്നാ പറയുന്നതേ, അല്ലാതെ വൈശ്യം കുറഞ്ഞാണെന്നൊന്നും ഉള്ളൊരു സങ്കല്പമേ അവർക്കില്ല. ഈ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ വർണ്ണ വ്യവസ്ഥ. അത് നമ്മുടെ വേദങ്ങളിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളൂ. ഭഗവത്ഗീതയിലും ആ രീതിയിലല്ലേ പറയുന്നത്. യാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസ്യ എന്ന് എടുത്തു പറയും. ജന്മകർമ്മ വിഭാഗസ്യ എന്നവിടെ പറഞ്ഞിട്ടില്ല. ഗുണകർമ്മം, ഗുണവും കർമ്മവും വെച്ചുകൊണ്ടാണ് ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മയാ സൃഷ്ടം, ഭഗവാൻ തന്നെയാണ് അത് എവിടെയും പറയുന്നില്ലേ, വിരാട് പുരുഷൻ്റെതാണത്. അതിനെ വേറെ രീതി നമ്മൾ വ്യാഖ്യാനിക്കണ്ട അല്ലേ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസ്യ, വ്യക്തമായിട്ട് പറയും. ഓരോരുത്തരുടെയും ഗുണവും കർമ്മവും വെച്ചുകൊണ്ടാണ് ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ജാതിവ്യവസ്ഥയായിട്ട് ഒരു ബന്ധവുമില്ല. വിപ്രാതിവർണഭവനം വദനാബ്ജ ബാഹു ചാരൂരു. ചാരു എന്ന് വെച്ചാൽ മനോഹരം, മനോഹരമായ ഊരു യുഗ്മം. യുഗ്മം എന്ന് വെച്ചാൽ യുഗളം, രണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. രണ്ട് തുടകളുണ്ടല്ലോ, അതിൽ നിന്നാണ് വൈശ്യനുണ്ടായി എന്ന് പറയുന്നത്. ആ വൈശ്യത്വം, വൈശ്യ ഗുണമുള്ള വർണ്ണം ആണ് വർണ്ണം എന്ന് പറയുന്നത്. വൈശ്യന്റെ വർണ്ണം, ആ നിറം. ചരണം, ചരണം പാദങ്ങളിൽ നിന്നാണല്ലോ ശൂദ്രനുണ്ടായെന്ന് പറയുന്നത്. പാദങ്ങൾ അത് പറയുന്നത് വെച്ചാൽ സഞ്ചാരം, അല്ലെ പരിചര്യ മറ്റു കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ശൂദ്രപ്രവന്നതിനൊക്കെയുള്ള കാലിനുള്ള ഒരു പ്രാധാന്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറയും. ഏതായാലും വിരാട് പുരുഷന്റെ ഇപ്പം നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഓരോന്നിനും നമുക്ക് ഉച്ചനീയത്വമുണ്ടോ? എവിടായാലും നമുക്ക് പ്രചരം തന്നെ. ഒരു ചെറിയ ഒരു പരുവ് എവിടെ വന്നാലും നമുക്ക് വേദന ഒരുപോലെ ഇല്ലേ. അത് തലേ വരുമ്പം ഇച്ചിരി കൂടുതലെന്നോ കാലി വരുമ്പം കുറവെന്നൊന്നുമില്ല. എല്ലാം വിരാട് പുരുഷന്റെ തുല്യം സമാനമായിട്ട് എടുത്തുകൊള്ളണം. അല്ലെങ്കിൽ തന്നെയും നാരായണീയത്തിൽ തന്നെ ഭട്ടതിരി ഭഗവാന്റെ പാദത്തെയാണല്ലോ ഏറ്റവും പറയുന്നത് അല്ലേ, ഭംഗിയായിട്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലോ, യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം എന്ന് പറഞ്ഞില്ലേ. അങ്ങയുടെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും മധുരമായിരിക്കുന്നത് പാദങ്ങൾ. ആ പാദങ്ങളിൽ നിന്നാണ് ശൂദ്രനുണ്ടായെന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ഉച്ചനീയത്തിന്റെ യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. വിപ്രാതിവർണഭവനം വദനാബ്ജ ബാഹു ചാരൂര് യുഗ്മ ആ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണം. ചാര് ഊരു യുഗ്മം. ഊരു എന്ന് വെച്ചാൽ തുട, യുഗ്മം ഇരട്ട. ആ രണ്ട് തുടകളാണ് ഈ വൈശ്യൻ. ചരണം ശൂദ്രൻ, ചരണം പാദം. ഈ അർത്ഥത്തിൽ 4 വർണ്ണങ്ങളുണ്ടായി എന്ന് പറയാണ്. അതാണ് വിപ്രാതിവർണഭവനം പതനാബ്ജബാഹു ചാരൂരു യുഗ്മചരണം കരുണാംബുദേതേ. കരുണാംബുതി എന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ എല്ലാവരോടും സമസ്ത ജാലങ്ങളോടും കരുണയുള്ളവനാണ് ഭഗവാൻ. അതിൻ്റെ സമുദ്രമാണ് ഭഗവാൻ. ആരുടെയും യാതൊരുവിധ നമേ ദേഷ്യോസ്തി ന പ്രിയ എന്ന് ഗീത ആവർത്തിച്ച് പറയത്തില്ലേ. എനിക്ക് ആരോടെയാണ്, എല്ലാവരും ഭഗവാന്റെ സൃഷ്ടികളല്ലേ. അതിനകത്ത് ആരോട് ദേഷിക്കാൻ ഭഗവാൻ. അതാണ് നമേ ദേഷ്യോസ്തി ന പ്രിയ. എനിക്കൊരു മക്കളോടൊപ്പം അച്ഛന് വല്ല പ്രത്യേകതയും കാണും. ഒരു വീട്ടിലെ മക്കള് പല രീതിയിലായിരിക്കും, പക്ഷെ ആ അച്ഛനും അമ്മയ്ക്കും അവരോടൊരു വ്യത്യാസവും കാണില്ല. അതിൽ നമോ ദേഷ്യോസ്തി ന പ്രിയ. അത് തന്നെയാണ് ഭഗവാന്റെ തത്വം. ആണ് കരുണാംബുതിയായിട്ട് ഭഗവാനെ പറയുന്ന, കരുണാസമുദ്രമായിട്ട് ഭഗവാനെ പറയുന്നത്. അതുകൊണ്ടാണ്. ഇനി 9ാമത്തത് ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. ശ്രോണിസ്ഥലം മൃഗഗണ പതയോർണകാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖ ഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരു യുഗ്മചരണം കരുണാംബുദേതേ. 9ാമത്തെ സംസാരചക്രമയി ചക്രതര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാഢ്യസരിൽ സമുദയ തരവശ്ചരോമ ജീയാദിദം വപുർ അനിർവചനീയമീശ. പറഞ്ഞ് തീർക്കാണ്. അനിർവചനീയമാണ് അങ്ങയുടെ ഈ രൂപം എന്ന് പറയാണ്. ഇത്രയും ഒരു രൂപത്തിലുള്ള ഒരു വിരാട് പുരുഷനെ ആർക്ക് സങ്കല്പിക്കാൻ പറ്റും? അനിർവചനീയ, എത്ര പറഞ്ഞാലും നിർവചിക്കാൻ വയ്യാത്ത ഒരു രൂപമാണ് ഈ കാണുന്ന. വിശ്വം മൊത്തം ഏറ്റെടുത്ത് ഭഗവാൻ നിൽക്കുന്ന ആ ഒരവസ്ഥ. സംസാരചക്രമയി ചക്രതര ക്രിയാസ്തേ, തേ ക്രിയ. സംസാരചക്രം, സംസാരചക്രം ഐ അല്ലയോ. സംസാരചക്രമയി ചക്രതര,
ക്രിയാസ്തേ തേ ക്രിയ വീര്യം മഹാസുരഗണ അസ്ഥികുലാനി ശൈല. അസ്ഥികുലാനി വീര്യം മഹാസുരഗണ അസ്ഥികുലാനി ശൈല നാട്യ സരിൽ സമുദയ. നാടികൾ ശരീരം നാഡി സരിൽ സമുദയ തരവശ്ച രോമ. തരുക്കൾ തരവശ്ച തരവഹാച്ഛ രോമഃ ജീയാത് ഇതം. അതാണ് ജീയാദിതം വപുസ് അനിർവചനീയമീശ. സംസാരചക്ര ഈ ഭഗവൻ ഐ ചക്രധര ലയോ ഭഗവാൻ. ചക്രധരൻ എന്ന് വെച്ചാൽ സുദർശനം ധരിച്ചിരിക്കുന്ന ഭഗവാൻ. അല്ലയോ ചക്രധരനായിരിക്കുന്ന ഭഗവാനെ സംസാരചക്രം തേ ക്രിയ. ഈ സംസാരചക്രം ഉണ്ടല്ലോ, അത് ഭഗവാന്റെ തന്നെ ഒരു കർമ്മം തന്നെയാണ്. ഭഗവാൻ മായയെ കൊണ്ട് ഈ കർമ്മം ചെയ്യിക്കുന്നു. ഭഗവാന്റെ ഒരു ലീലയെന്ന് നമ്മൾ പറയില്ലേ, വിപുലതയാർന്ന വിനോദവിദ്യ മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം എന്നൊക്കെ പറയും അല്ലേ. അതായത് ഭഗവാന്റെ ഒരു വിനോദ വിദ്യയാണ് അത്. മായാവ്യവഹിതയ, മായയുടെ ഒരു മൂടുപടം ഭഗവാൻ അണിയും, എങ്കിലേ ഇത് നടക്കൂ. അതുകൊണ്ടാണ് മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവളിങ്ങവതീർണയായിടും തന്നവയവം അണ്ട കടാഹ കോടിയാകും. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഭഗവാൻ തന്നെ വിശ്വരൂപനായിട്ട് അങ്ങ് മാറും. അത് വിനോദലീലയായിട്ട് പറയുകയാണ് ഭഗവാന്റെ. അതാണ് ഇവിടെ ഭഗവാന്റെ കർമ്മമാണ് ഈ സംസാര ചക്രം. ഇവിടെ സംസാര ചക്രം ഭഗവാന്റെ കർമ്മമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഈ സംസാരത്തിൽ എന്തെല്ലാം നടന്നാലും അത് ഭഗവത് കർമ്മം അല്ലെങ്കിൽ ഭഗവത് ഇച്ഛ. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ എന്ന് നാരായണീയത്തിൽ ഭട്ടതിരി ഒരുപാട് പ്രാവശ്യം പറയും. സർവം ഭവത് പ്രേരണ. ഈ ലോകത്ത് നടക്കുന്നതെല്ലാം ഭഗവാന്റെ പ്രേരണ. നമുക്കൊന്നൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാം അത് ഭഗവാന്റെ പ്രേരണ എന്ന് വിചാരിച്ചാൽ നമുക്കത് ആശ്വാസമായില്ലേ. പിന്നെ നമ്മുടേതായിട്ട് പറയുമ്പോഴാണ് ഈ കുഴപ്പം. ഭഗവാന്റെ ക്രിയ, അതായത് ഭഗവാന്റെ കർമ്മം. ആ കർമ്മം ചെയ്യുന്നത് മായ അല്ലേ. മയാത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഭഗവത്ഗീത. ഈ ജഗത്ത് ഉണ്ടായി നിലനിൽക്കുന്നു, വിപരിവർത്തതേ. അതെന്താണ്? പ്രകൃതേർ ക്രിയമാണാനി. പ്രകൃതിയാണ് ഇതെല്ലാം നടത്തുന്നത്. മയാത്യക്ഷേണ, എൻ്റെ ഒരു സാന്നിധ്യം വേണം. എൻ്റെ സാന്നിധ്യത്തിൽ പ്രകൃതി നടത്തുന്ന ക്രിയയാണ് ഈ വിശ്വം. അതാണ് ഇവിടെ പറഞ്ഞത്. സംസാരചക്രമയി ചക്രതര ക്രിയാസ്തേ. ഭട്ടതിരി അങ്ങോട്ട് പറയാണ്, തേ കർമ്മം, അങ്ങയുടെ കർമ്മമാണ് ഈ സംസാരചക്രം എന്ന് എനിക്ക് മനസ്സിലായി അല്ലേ. ഈ വിരാട് പുരുഷന്റെ കർമ്മങ്ങളാണ് ഈ സംസാരചക്രമായിട്ട് ഇവിടെ പരിലസിക്കുന്നത്. വീര്യം മഹാസുരഗണഃ. നീ ഭഗവാന്റെ വീര്യം ഉണ്ടല്ലോ, ആ വീര്യം എന്തും ചെയ്യാനുള്ള ആ ഒരു ഭാവം കാര്യമുണ്ട്. അത് അസുരഗണ രണ്ടായിട്ട് പറയാറുണ്ട്. പക്ഷെ അസുരഗണമെന്ന് തന്നെ എടുക്കുന്ന നല്ലത്. ചിലർ മഹാസുരഗണ എന്ന് പറയും. മഹാസുരന്മാരെന്ന പ്രയോഗമില്ലല്ലോ. മഹാസുരഗണ, അതായത് സുരന്മാരല്ലാത്ത, അവർക്ക് വീര്യം കൂടുതലാണല്ലോ. അതായത് അസുരന്മാരാണല്ലോ വീര്യത്തിൽ, നെഗറ്റീവായിട്ടുള്ളതാണെന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് വീര്യമുണ്ട്. അതുകൊണ്ട് മഹാസുരഗണ എന്ന് തന്നെ എടുത്താൽ, അല്ല മഹാസുരഗണ എന്നെടുത്താൽ മഹാസുരന്മാരാണ് ഭഗവാന്റെ വീര്യം എന്നെടുക്കുക. അങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. നമ്മളിവിടെ മഹാസുരഗണ എന്നെടുത്താൽ മതി. അസുര ഗണങ്ങളാണ് ഭഗവാന്റെ ആ ഒരു വീര്യം. അസ്ഥികുലാനി ശൈല. അസ്ഥി ഉണ്ടല്ലോ, കുലം എന്ന് വെച്ചാൽ കൂട്ടം, അസ്ഥിക്കൂട്ടം ഉണ്ട്. വിരാട് പുരുഷന്റെ അസ്ഥി എന്നൊക്കെ പറയുന്നത്, നമ്മുടെ അസ്ഥി എന്നൊക്കെ പറയുന്ന കൊച്ചസ്ഥി ഉണ്ടാക്കിയാൽ, ഇത് ശൈലം, പർവ്വതങ്ങളാണ് ഭഗവാന്റെ അസ്ഥികൾ എന്ന് പറയുക. അതായത് അസ്ഥികുലാനി ശൈല നാട്യ സരിൽ സമുദയ. സരിത്തുകൾ എന്ന് വെച്ചാൽ നദികൾ, ഒഴുകുന്ന നദിയുണ്ടല്ലോ. നമ്മുടെ നാടികളിൽ കൂടെയൊക്കെ പലതും ഒഴുകുന്നില്ലേ, രക്തം ഒഴുകുന്ന നാടികളുണ്ട്, പലതും ഉണ്ട് അല്ലേ, സംവേദന ഉണ്ട്. ഇതെല്ലാം എന്താണ്? സരിത്തുകളാണ്, നദികൾ. ഈ കാണുന്ന ഏത് നദി കണ്ടാലും നമ്മളിപ്പം ഗംഗാനദിയിലൊക്കെ ഇറങ്ങി മുങ്ങുമ്പോൾ അത് ഭഗവാന്റെ നാടിയാണെന്നുള്ള സങ്കല്പം വേണം. അതാണ് നാട്യ സരിൽ സമുദയ. ഈ സരിത്തുകളുടെ സമുദയം, കൂട്ടം ഭഗവാന്റെ നാഡികളാണ്, ഞരമ്പുകളാണ്. തരവശ്ച രോമ. രോമം ഉണ്ടല്ലോ ഭഗവാന്റെ, ഈ വിരാട് പുരുഷന്റെ, അതാണ് ഈ കാണുന്ന വൃക്ഷം. വലിയ വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാം, കാടുകളിൽ പോയി കഴിഞ്ഞാൽ എത്രയോ വലിയ വൻ വൃക്ഷങ്ങളൊക്കെ, അതൊക്കെ ഭഗവാന്റെ രോമങ്ങളാണെന്ന് പറയുകയാണ്.
അന്നേരം ഏത് മരത്തെ കാണുമ്പോഴും ഇത് ഭഗവാന്റെ ഒരു അവയവമാണല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരണം. ഈ വിരാട് പുരുഷ സങ്കല്പം വായിക്കുന്നത് അതിനു വേണ്ടിയാണ്. പ്രപഞ്ചത്തിലെ ഏത് ഘടകം കണ്ടാലും അതിൽ ഈശ്വര ചൈതന്യം ദർശിക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകണം. നാട്യസരിൽ സമുദയ തരവശ്ച രോമ ജിയാദിതം വപു. അങ്ങ് ജയിക്കട്ടെ എന്നാണ് ജിയാദ്. അങ്ങയുടെ ഈ ശരീരം ജയിക്കട്ടെ. എങ്ങനെയുള്ള ശരീരം? അനിർവചനീയം. പറയാവുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും നിർവചിക്കാൻ വയ്യാത്ത ഈ ശരീരം അനിർവചനീയം എന്ന് പറയാണ്. ഇനിയും വർണ്ണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും അല്ലേ? ഭഗവത്ഗീതയിലൊക്കെ വിഭൂതി ദർശനം പറയുമ്പം അവസാനം ഭഗവാൻ പറയും, ഞാൻ എന്തിനാണ് അർജുന ഇങ്ങനിട്ട് വിസ്തരീകരിക്കുന്ന? ഈ കാണുന്നതെല്ലാം വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അവസാനം അവിടെ പറയും, എല്ലാം വിഭൂതികൾ ഇങ്ങനെ വർണ്ണിക്കും. വർണ്ണിച്ചിട്ട് അവസാനം പറയും, ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല അർജുന, ഈ കാണുന്നതെല്ലാം എൻ്റെ ഒരു ഏകാംശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെന്ന് നീ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഏകാംശേന സ്ഥിതോ ജഗത്. ഈ പുരുഷൻ, അതായത് ഈ പരമാത്മാവിന്റെ ഒരു അംശത്തിലാണ് ഈ ജഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ജിയാദിതം വപു. ഈ ശരീരം, ഈ പറഞ്ഞ ശരീരം ഉണ്ടല്ലോ വിരാട് പുരുഷന്റെ, അത് ജയിക്കട്ടെ. വപുർ അനിർവചനീയം, എത്ര നിർവചിക്കാൻ പറ്റാത്ത ആ അല്ലയോ ഈശ, എല്ലാത്തിൻ്റെയും ഈശനായിരിക്കുന്ന ഭഗവാനെ, ആ വപുസ് ജയിക്കട്ടെ, വിജയിക്കട്ടെ എന്ന് പറയാണ്. സംസാരചക്രമൈ ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണസ്തികുലാനി ശൈല നാട്യസരിൽ സമുദയ. നാട്യസരിൽ സമുദയ, സരിത്ത് എന്ന് വെച്ചാൽ നദികൾ. സരിൽ സമുദയ തരവശ്ച രോമ, തരുക്കളാണ് തരവ. തരവശ്ച തരുക്കൾ, അത് രോമം ഭഗവാന്റെ. ജിയാത് ഇതം വപു, ഈ വപുസ് വിജയിച്ചിട്ടുള്ള അനിർവചനീയമായിരിക്കുന്ന ഈ വപുസ്. ഇതാണ് ആ ശ്ലോകം. സംസാരചക്രമൈ ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തികുലാനി ശൈല നാട്യസരിൽ സമുദയ തരവശ്ച രോമ ഈയാദിതം വപുർ അനിർവചനീയമീശ. അവിടെ ഒരു പ്രശ്ലേഷം ഇട്ടിരിക്കുന്നുണ്ടല്ലേ, മഹാസുര. നേരത്തെ പറഞ്ഞതാ ഞാൻ, മഹാസുര ഗണഹ അസ്ഥി എന്ന് ചൊല്ലരുത് എന്ന് പറഞ്ഞാൽ എണ്ണം, പിന്നെ ഇതിന്റെ എന്തുവാ അക്ഷരം കൂടും. അതുകൊണ്ടാണ് പ്രശ്ലേഷം ഇട്ടിട്ട്. പക്ഷെ നമ്മൾ വിഗ്രഹിച്ച് പറയുമ്പോൾ അസ്ഥി ഉലാനി എന്ന് പറയും, അല്ലെങ്കിൽ മഹാസുര ഗണോസ്തി എന്നങ്ങ് പറയും. ആ കാരം ഇവിടെ എടുത്ത് പറയരുത്. അതിനാണ് പ്രശ്ലേഷം എന്നാ പറയുന്ന, ചേർത്ത് എഴുതുമ്പോൾ ലോപിക്കുന്നതിന്. പ്രശ്ലേഷം ഇട്ട് എഴുതുന്ന അസ്ഥികുലാനി ശൈല നാട്യസരിൽ സമുദയ തരവശ്ച രോമ ജിയാദിതം വപുരനിർവചനീയമീശ. ഇനി 10ാമത്തെ ശ്ലോകം. ഇത് തീർന്നു. വിരാട് പുരുഷന്റെ വർണ്ണന കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ, നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ ഫലം എന്താണ്, ഇത് എപ്പോഴാണൊക്കെ ചൊല്ലേണ്ടതെന്ന് പറയുകയാണ്. നമ്മുടെ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ വിരാട് പുരുഷ സങ്കല്പം നമ്മുടെ മനസ്സിൽ വേണമെന്ന് പറയുക. അതായത് ആ ഭഗവാന്റെ ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് ഇല്ലേ? നമ്മൾ പൊങ്കാലയൊക്കെ ഇടാൻ പോകുമ്പോൾ നമ്മൾ ആ ദേവിക്ക് വേണ്ടി ചെയ്യുമ്പം എല്ലാം ദേവീമയം. നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയ എൻ്റെ വിറകെടുക്കുന്നത് പോലും വളരെ ഭദ്രമായിട്ടാണ് എല്ലാവരും പോയി എടുക്കുന്നത് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോവോ? ഓരോന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും അതെല്ലാം ഭദ്രമായിട്ട് വെച്ച് ഇത് ദേവിക്കുള്ളത് എന്നൊക്കെ അറിയാം. നമ്മൾ ആ പൊങ്കാല ഇടുന്നതോ വളരെ ഭവ്യമായിട്ടായിരിക്കും അതിൻ്റെ ആ ഇഷ്ടികളും ഒക്കെ വെക്കുന്നതും, പാത്രം തന്നെ പുതിയ പാത്രം വെച്ച് ഇതെല്ലാം ദേവിക്കുള്ളത് എന്നുള്ള ആ സങ്കല്പം നമ്മളിൽ ഉള്ളിൽ വളർത്താനാണ് ഈ ചെറിയൊരു പൊങ്കാലം ചെയ്യുന്നത്. ആ ഭാവന വെക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പാടുക. അതുപോലെ ഇവിടെ ഇപ്പം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ വിരാട് രൂപ ധ്യാനം വേണമെന്നാണ് ഈ ശ്ലോകത്തിൽ ഇനി പറയാൻ പോണത്. ഈ ദൃഗ്ജഗന്മയ പുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹോ തസ്യന്തരാത്മവപുഷേ വിമലാത്മനേതേ പാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. എല്ലാ ദശകത്തിലും പട്ടതിരി യാറും എല്ലാം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ, എൻ്റെ ഈ രോഗം ഒന്ന് മാറ്റിത്തരണേ. കാരണം അത്രയും കലശലായിരുന്നു ഭട്ടതിരിക്ക്. ആ ലോകം മാറ്റി തന്നിട്ട് വീണ്ടും ഭഗവാനെ ഇങ്ങനെ ഭജിക്കാൻ ആഗ്രഹം, അല്ലാതെ അത് കഴിഞ്ഞിട്ട് വേറെ കാര്യത്തിന് പോകാനല്ല. അതുകൊണ്ടാണ് ഓരോ ശ്ലോകത്തിലും എൻ്റെ ഈ രോഗമൊന്ന് മാറ്റി തരുക ഭഗവാനെ, ഞാൻ അങ്ങയുടെ ഈ സ്തുതി ഇങ്ങനെ നടത്തിക്കൊണ്ട് ജീവിച്ചോളാം. ഈ ദൃഗ് ജഗന്മയ വപു, ഈ ദൃഗ് ജഗന്മയ വപു തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയം ആഹു. ആഹു എന്ന് പറയുന്നത് കരണീയമാഹു. അതാണ് ഈ ദൃഗ് ജഗന്മയ വപു. ഈ ദൃഗ് എന്ന് വെച്ചാൽ ഇമാതിരിയുള്ള, ഇപ്പൊ ഈ വർണ്ണിച്ച മാതിരിയുള്ള
ഈ മാതിരിയുള്ള ജഗന്മയ വപു, ഇപ്പൊ വർണ്ണിച്ചതല്ലേ, ഈ ജഗത്തിനെ ഭഗവാന്റെ വപുസായിട്ട് പറഞ്ഞു. അതാണ് ജഗന്മയ വപു. അങ്ങനെ ഭഗവാൻ ആ വിശ്വരൂപനായി മാറി. അതാണ് ജഗന്മയ വപു തവ, അങ്ങയുടെ ഈ ജഗത്തായി മാറിയ രൂപം ഉണ്ടല്ലോ, അത് കർമ്മഭാജാം. കർമ്മം, നമ്മളെല്ലാം കർമ്മഭാജികളാ. കർമ്മത്തെ ആശ്രയിച്ചല്ലേ നമ്മുടെ ജീവിതം മൊത്തം, അല്ലേ? കർമ്മത്തെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കർമ്മഭാജികളായിട്ടുള്ളവർ. കർമ്മം ചെയ്തേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ആർക്കും കർമ്മമില്ലാതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാ ജീവികൾക്കും, കർമ്മത്തെ ആശ്രയിക്കുന്ന എല്ലാവർക്കും കർമാവസാന സമയേ സ്മരണീയമാഹോ. സ്മരണീയം എന്ന് വെച്ചാൽ ഓർക്കപ്പെടേണ്ടത് ആണെന്ന് പറയുന്നു. ആഹു എന്ന് വെച്ചാൽ പറയുന്നു. ഇതെല്ലാവരുടെയും കർമാവസാന സമയത്ത് സ്മരണീയമായിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഈ കർമാവസാനം എന്ന് പറയുന്ന രണ്ട് രീതി നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈശ്വരാധീന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്ത് തീരുമ്പോൾ നമ്മൾ വിരാട് പുരുഷന്റെ സൂക്തം അല്ലെങ്കിൽ പുരുഷ സൂക്തമൊക്കെ ചൊല്ലണം. അല്ലെങ്കിൽ നമ്മുടെ കർമ്മം എല്ലാം തീരുന്നൊരവസ്ഥയുണ്ടല്ലോ, എല്ലാം ഒക്കെ തീർന്ന കൃതകൃത്യതയോടുകൂടി പോകുന്നൊരവസ്ഥ ഉണ്ട്. ആ മരണസമയത്ത് ഈ വിരാട് പുരുഷ സങ്കല്പം നമ്മുടെ മനസ്സിൽ വന്നാൽ എന്ത് ഇതായിരിക്കും? നമ്മൾ ഭഗവാനിലോട്ടൊക്കെ പോവല്ലേ. അത് മാത്രമല്ല, നമ്മൾ ഒന്നും വിട്ടിട്ട് പോകുന്നതുമില്ല. അതാണ് കർമാവസാന സമയേ. രണ്ടർത്ഥത്തിലെടുക്കാം. അതായത് ഈശ്വരാധീനങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ദൈനംദിന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ഈ വിരാട് പുരുഷ സങ്കല്പത്തിൽ ചെയ്യുക. അല്ലെങ്കിൽ ഈ കർമ്മം എല്ലാം വിട്ടിട്ട് ഇവിടെ പോകുന്ന സമയത്ത് ഈ വിരാട് പുരുഷനെ ഓർക്കുക, അല്ലേ? ഇതല്ലേ ഭഗവത്ഗീതയൊക്കെ പറയുന്ന. ഏത് നമ്മൾ മരണസമയത്ത് യം യാവിസ്മരൻ, അല്ലെ? അങ്ങനെ പറയത്തില്ലേ? മരണസമയത്ത് അന്തകാലേജ മാമേവാ സ്മരൻ മുക്ത്വാ കളേബരം എപ്രയാതി സമദ്ഭാവം വ്യാധി നാസ്ത്യത്ര സംശയ എന്ന് ഭഗവാൻ അവിടെ പറയും. അതായത് അന്തകാലേജ, അതായത് കർമാവസാന സമയത്ത് മാമേവ, എന്നെ തന്നെ ഓർത്തുകൊണ്ട് ആരാണോ ഇവിടുന്ന് യാത്രയാകുന്നത്, സമദ്ഭാവം വ്യാധി, അവൻ എൻ്റെ ഭാവത്തിൽ തന്നെ എത്തും. നാസ്ത്യത്ര സംശയ, അതിനകത്ത് ഒരു സംശയത്തിന് അവകാശമില്ലെന്ന് പറയുകയാണ്. മരണസമയത്ത് ഭഗവാനെ ഓർത്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ തിരിച്ചുവരവില്ല. എം ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ, അതാണ് എൻ്റെ പരമമായ ധാമം. അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചുവരവില്ല. ഇവിടെയും പറയുന്നത് ഈ ദൃഗ്ജഗന്മയ വപുസ്തവ, തവ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനോട് പറയല്ലേ, അങ്ങയുടെ ഈ ജഗത് രൂപം ഉണ്ടല്ലോ, ഈ വിശ്വരൂപനായിട്ടിരിക്കുന്ന ആ അവസ്ഥ കർമ്മഭാജാം, കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് കർമാവസാന സമയേ സ്മരണീയമാകുമെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഈ ദശകം ഒന്ന് മനസ്സിൽ ധരിക്കാൻ കഴിഞ്ഞാൽ അത് വളരെയധികം പ്രയോജനമായിരിക്കും. തസ്യന്തരാത്മവപുഷേ, തസ്യ എന്ന് വെച്ചാൽ ഈ വിശ്വരൂപന്റെ, ഈ വിരാട് പുരുഷന്റെ അന്തര്യാമിയായിരിക്കുന്നത് ഭഗവാനാണ്. ഈ വിരാട് പുരുഷനെയും ചലിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതാണ് അന്തര്യാമി. എന്താണ്? തസ്യ അന്തരാത്മവപുഷേ, അതിന്റെ അന്തര്യാമിയായിരിക്കുന്ന രൂപത്തോടുകൂടി, വംശരൂപത്തോടുകൂടി ഇരിക്കുന്നവൻ. അതായത് നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, അതിനൊരു അന്തര്യാമി എന്ന് നമ്മൾ പറയത്തില്ലേ, അത് ജീവാത്മാവാ. ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ജീവാത്മാവായോണ്ടാണ് നമ്മൾ അന്തര്യാമി എന്ന് പറയുന്ന ജീവാത്മാവിനെ. അതുപോലെ ഈ വിശ്വത്തെ മൊത്തം ചലിപ്പിക്കുന്നതാണ് ഈ ഭഗവാൻ ചൈതന്യം പകരുന്നത്, അല്ലേ? സൂര്യനെ ഉദിപ്പിക്കുന്നതും എല്ലാം ഭഗവത് ചൈതന്യമാണ്. അതുകൊണ്ട് ഈ വിശ്വത്തെ മൊത്തം അന്തര്യാമിയെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യമേ തസ്യ അന്തരാത്മവപുഷേ, തസ്യ എന്ന് വെച്ചാൽ ആ വിശ്വരൂപന്റെ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ വിമലാത്മനെ, ഇതിനേക്കാളും പരിശുദ്ധമായ ഒരു രൂപമുണ്ടോ, അല്ലേ? ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ രൂപം ഏറ്റവും സാത്വിക ഭാവം എന്ന് പറയത്തില്ലേ? എത്തത് പരാഭ്യാമപരികലനതോ നിർമ്മലം എന്ന് പടക്കത്തിൽ പെട്ടവര് പറഞ്ഞ്, മറ്റുള്ള യാതൊരു ഗുണങ്ങളും തികയാതെ സത്വഗുണങ്ങളും കൊണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രൂപമാണ്. അതാണ് വിമലാത്മനെ എന്ന് പറയുന്ന ആ സത്വഗുണം മാത്രമായിരിക്കുന്ന ഭഗവാനെ തേ വാതാലയാധിപ, ഗുരുവായൂരപ്പ വാതാലയാധിപ നമഹാസ്തു, അങ്ങയ്ക്ക് നമസ്കാരം. വിരുന്തിരോഗാൻ, എൻ്റെ രോഗങ്ങളൊക്കെ ഒന്ന് തടയണേ ഭഗവാനെ. ഈ വിരാട് രൂപം നമ്മൾ ആ രീതിയിൽ ഒരു ഭാവന ചെയ്ത് എല്ലാ ദിവസവും ചൊല്ലിയാൽ നമ്മുടെ മറ്റുള്ള ലൗകികമായ ദുഃഖങ്ങളും ശാരീരിക അസ്വസ്ഥങ്ങളും എല്ലാം മാറിക്കിട്ടും. അതാണ് ഈ നാരായണീയത്തിന്റെ ഫലശ്രുതി എന്ന് പറയുന്നത്. ഈ ദൃഗ്ജഗന്മയ വപു തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹൂ തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനേതേ വാതാലയത്തെ, അങ്ങയ്ക്ക് വാതാലയാധിപ
നമഹാസ്തു, അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. നിരുന്ധി രോഗാൻ, എൻ്റെ രോഗങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ. ഇതാണ് പ്രാർത്ഥന. നമ്മുടെ സമയം ഏതാണ്ട് തീരാറായി. ഇനി നമുക്കുള്ള സമയം എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, സമയമുണ്ട്. ഈ 10 ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, നമസ്കാരം. ഗുരുജി, 1-ാം അധ്യായത്തിലെ ഗുൽഫദ്വയം ഹലു അതൊന്ന് പറഞ്ഞു തരാം. ഗുൽഫദ്വയം ഹലു മഹാതലമത്ഭുതം. ഗുൽബദ്വയം നെരിയാണി ഉണ്ടല്ലോ, നമ്മുടെ ഈ കാൽവണ്ണയും മറ്റേ പാദങ്ങളും കൂടെ ചേരുന്ന ആ ഭാഗം നെരിയാണി, അതിനാണ് നെരിയാണി എന്ന് പറയുന്നത്. അതാണ് ഗുൽഭദ്വയം, 2 ഗുൽഭങ്ങൾ. നെരിയാണി എന്നതിന്റെ അർത്ഥം ഗുൽഭം. അതൊന്ന് പറഞ്ഞു തരാം. ആ ദശകം മുഴുവനും അല്ല, ആ ശ്ലോകം ശ്ലോകം മുഴുവനും ഒന്ന് പറഞ്ഞു. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശതവ പാദതലം വദന്തി. പാതാളം, അങ്ങയുടെ പാദതലം ഉണ്ടല്ലോ, ആ പാദത്തിന്റെ ഉൾവശം, അതാണ് പാതാളം. പിന്നെ അതിന്റെ പുറവടി, അതാണ് പാദോർത്ഥദേശം. പുറവടി എന്താണ്? രസാതലം. കുറച്ച് ലോകങ്ങളുടെ കാര്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ജോയിൻ ചെയ്തത്, അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. പാദോർത്ഥദേശമഭിദേവ രസാതലം തേ ഗുൽഭദ്വയം ഗലു മഹാതലം. മഹാതലമാണ് ഭഗവാന്റെ നെരിയാണി. അതായത് പാദം തൊട്ട് ഉൾപാദം തൊട്ട് ഇങ്ങോട്ട് മേലോട്ട് വിരാട് പുരുഷന്റെ ഭാഗങ്ങളായിട്ട് പറഞ്ഞു വരുന്നതിൽ ഇവിടെ മഹാതലമായിട്ട് പറയുന്നതാണ് ഗുൽഭദ്വയം, 2 നെരിയാണികൾ. ഇതാണ് ആ ശ്ലോകം.